ഉപവിഷ്ടമായിരിക്കുന്ന അനുഗ്രഹീതമായ സദസ്സിന് അനശ്വരതയുടെ അവതാരമായ നിസ്തുല്യപ്പൊരുളായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീതമായ നാമത്തിൽ അഭിവാദനങ്ങൾ. ഇന്നത്തെ സന്ദേശത്തിൻ്റെ പ്രമേയം മനുഷ്യൻ. ഒന്നുകൂടെ പറയാം, ഇന്നത്തെ പ്രസംഗത്തിൻ്റെ പ്രമേയം മനുഷ്യൻ. ഈ പദം എല്ലാവർക്കും സുപരിചിതമാണ്. മനുഷ്യൻ എന്താണ്? മനുഷ്യൻ മാക്സിം ഗോർക്കി. എത്ര സുന്ദരമായ പദം! എന്താണ് മനുഷ്യൻ? ഒരു കലാകൗതുകം, സാഹിത്യകാരൻ. മനുഷ്യൻ എന്താണ്? സൃഷ്ടിയുടെ മകുടം, മറ്റൊരു തത്വചിന്തകൻ. മനുഷ്യൻ എന്താണ്? കൃഷ്ണൻകുട്ടിയുടെ മറുപടി. രണ്ട് കാലിൽ എഴുന്നേറ്റ് നിൽക്കുന്ന, രണ്ട് കൈകൾ സ്വതന്ത്രമായി ഉപയോഗിക്കുന്ന ഒരു സവിശേഷ ജീവിയുടെ പേരാണ് മനുഷ്യൻ. ഈ മനുഷ്യൻ എങ്ങനെ ഉണ്ടായി? ഈ ചോദ്യത്തിന് രണ്ട് ഉത്തരം നമുക്കുണ്ട്. ഒന്ന്, പരിണാമവാദികളും ഭൗതികവാദികളും പറയുന്ന മറുപടി. രണ്ട്, സൃഷ്ടിവാദികളും ഈശ്വരവാദികളും പറയുന്ന മറുപടി. പരിണാമവാദികൾ പറയുന്നതനുസരിച്ച് മനുഷ്യൻ പരിണമിച്ചുണ്ടായതാണ്. പരിമിതമായ സമയം കൊണ്ട് പരപ്പുറ്റ ഈ കാര്യം പറഞ്ഞൊതുക്കുവാൻ പ്രയാസമാണ്. പരിമിതമായ വാക്കുകൾ മാത്രം ഉപയോഗിക്കുന്നു. എന്താണ് പരിണാമം? എനിക്കും നിങ്ങൾക്കും അറിഞ്ഞുകൂടാത്തൊരു കാലഘട്ടത്തിൽ എങ്ങനെ ഉണ്ടായി വന്ന വൈറ്റ് ഹോട്ട് മാറ്റർ ഏതോ കാരണം കൊണ്ട് പൊട്ടിത്തെറിക്കുകയും അതിന്റെ ഫലമായി അനേകായിരം കഷണങ്ങളായി തീരുകയും അവ പിന്നെയും പിന്നെയും സ്ഫോടനങ്ങളിലൂടെ വികസിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്തു. അങ്ങനെ ഗാലക്സികൾ ഉണ്ടായി. അനേകം പ്രകാശപക്ഷങ്ങളുടെ അന്തരാളങ്ങളിൽ കിടക്കുന്ന ആയിരക്കണക്കിന് ഗാലക്സികൾ. അങ്ങനെയുള്ള അനേകായിരം ഗാലക്സികൾ ഒന്നാണ് ഈ നമ്മുടെ അനുഗ്രഹീതമായ മിൽക്കി വേ, ക്ഷീരപഥം, ആകാശഗംഗ എന്നറിയപ്പെടുന്ന ഈ ഗാലക്സി. ഈ ഗാലക്സിയിൽ തന്നെയുള്ള ആയിരക്കണക്കിന് സൗരയൂഥങ്ങളിൽ ഒന്നാണ് നമ്മുടെ സൗരയൂഥം. ആ സൗരയൂഥത്തിൽ തന്നെയുള്ള 32 ഗോളങ്ങളിൽ അതിപ്രധാനമായ ഒന്നാണ് നാം അധിവസിക്കുന്ന ഈ ഭൂമി. ഈ ഭൂമിയും മറ്റുള്ളവതുപോലെ തന്നെ കത്തിയെരിഞ്ഞുകൊണ്ടേയിരുന്നു. എനിക്കും നിങ്ങൾക്കും അറിഞ്ഞുകൂടാത്ത ഏതോ കാരണത്താൽ എങ്ങനെ ഉണ്ടായി വന്ന മഴ, അതിന്റെ ഫലമായി വെള്ളത്തിൽ ക്രമേണ കൊണ്ട് അമീബ മുതൽ ഹൈഡ്ര വരെ ആംബിയോക്കസ് വരെയുള്ള ജീവി പരിണാമങ്ങൾ. പിന്നെയും പരിണാമം, പരിണിതഫലം കടലിലും കരയിലും ജീവിക്കുന്ന ഉഭയജീവികൾ. പിന്നെയും പരിണാമം, പരിണിതഫലം ജാവ മനുഷ്യൻ. പിന്നെയും പരിണാമം, പരിണിതഫലം പീക്കിംഗ് മനുഷ്യൻ. പിന്നെയും പരിണാമം, പരിണിതഫലം നിയാണ്ടർത്താൽ മനുഷ്യൻ. പിന്നെയും പരിണാമം, പരിണിതഫലം ഏറ്റവും ഒടുവിലായി ഹോമോ സാപ്പിയൻസ് ഗ്രൂപ്പിൽപ്പെട്ട ഹോമോ ഇറക്സ് വിഭാഗത്തിൽപ്പെട്ട ആധുനിക ജീവിയായ മനുഷ്യൻ, സങ്കീർണ ജീവി ഉണ്ടായി വന്നു. ഈ മനുഷ്യന് പരിണാമവാദികളും ഭൗതികവാദികളും കൊടുത്ത പേര് മൃഗം. ലോകപ്രസിദ്ധ മനഃശാസ്ത്രജ്ഞനായ ഹെർമൻ ഫ്രോയിഡ് മനുഷ്യനെ വിശേഷിപ്പിച്ചത് മൃഗം എന്നാകുന്നു. മാൻ ഈസ് എ പൊളിറ്റിക്കൽ ആനിമൽ ഇൻ നേച്ചർ. മനുഷ്യൻ പ്രകൃതിയിലെ രാഷ്ട്രീയ ജന്തു എന്നും വിശേഷിപ്പിച്ചിട്ടുണ്ട്. വിശദീകരിക്കുന്നില്ല. 18ാം നൂറ്റാണ്ട് കണ്ട ലോകോത്തര ദാർശനികനായ ജൂലിയൻ അച്ച്ലി പറഞ്ഞു, മനുഷ്യന് ഒരിക്കലും മൃഗം എന്ന് വിളിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ 1200 ഗ്രാം തൂക്കമുള്ള തലച്ചോറിന്റെ ഉടമയായ മനുഷ്യൻ, അവന് മാത്രമാണ് ഭാവനാസമ്പന്നതയുള്ളത്. ഈ ഭാവനാസമ്പന്നനായ മനുഷ്യനെ മൃഗമെന്ന് വിളിക്കുവാൻ സാധ്യമല്ല. ജൂലിയൻ അച്ച്ലിയോട് ചേർന്ന് ഞാൻ അച്ച്ലി അല്പം ഭാഷ്യം ചെയ്യുകയാണ്. അച്ച്ലി പറഞ്ഞ വാക്കിനെ വിശദീകരിക്കുന്നു എന്നർത്ഥം. അദ്ദേഹം പറഞ്ഞത് ഭാവനാസമ്പന്നനായ മനുഷ്യൻ ശരിയാണെങ്കിൽ 5000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ നടന്നു പോകുകയായിരുന്നു. കഠിനമായ ചൂട്, ആ കഠിനമായ ചൂട് ദാഹിച്ചു വരേണ്ട മനുഷ്യൻ, അവന് വളരെയേറെ ദാഹവും വിശപ്പും. നടന്നു പോകുമ്പോൾ അല്പം വെള്ളം വേണം, എങ്ങനെ അറിഞ്ഞുകൂടാ. ഒരിക്കൽ ഒരു ചെറിയ തോട് കടന്നു പോകുകയായിരുന്നു. അല്പമായ വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ ആ വെള്ളം ഇങ്ങനെ സംഭരിക്കണമെന്ന് അവൻ അറിഞ്ഞുകൂടാ. അവ കാലക്രമേണ കാലുകൾ രണ്ട് ചേർന്ന് വന്നു. രണ്ട് കാലുകൾ ചേർന്ന് വന്നപ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്നത് അവന് മനസ്സിലായി. പക്ഷേ കാലങ്ങനെ വെച്ചപ്പോൾ നിൽക്കാനൊക്കെയില്ലല്ലോ. അതുകൊണ്ട് അവൻ കുറെ കഴിഞ്ഞപ്പോൾ രണ്ട് കാലുകൾക്ക് പകരം രണ്ട് കല്ലുകൾ കൂട്ടി വെച്ച് വെള്ളം ചെറുക്കുകയുണ്ടായി. അങ്ങനെ ആദ്യം രണ്ട് കാലുകൾ വെച്ച് വെള്ളം ചെറുത്ത മനുഷ്യൻ. അല്പം കൂടെ കഴിഞ്ഞ് നാം അറിയുന്ന രണ്ട് കല്ലുകൾ വെച്ച് വെള്ളം ചെറുത്ത മനുഷ്യൻ. അല്പം കൂടെ കഴിഞ്ഞപ്പോൾ അവൻ ഭക്ര നങ്കൽ അണക്കെട്ട് കെട്ടി, അവൻ അസ്വാൻ അണക്കെട്ട് കെട്ടി പോകുന്നു. പട്ടിക അവിടെ ചുരുക്കി പറഞ്ഞാൽ മനുഷ്യന്റെ ഗംഭീരമായ ഭാവന,
മനുഷ്യന്റെ ഭാവനയ്ക്ക് ചിറക് വെച്ചപ്പോൾ അത് ശാസ്ത്രമായി മാറി. ശാസ്ത്രം നവീനമായ അത്ഭുതങ്ങൾ ചമച്ച് ആകാശത്തിന്റെ അറുതികളിൽ വിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. വിശദീകരിക്കുന്നില്ല. അഹങ്കാരിയായ മനുഷ്യനും അത്യുന്നതനെന്ന് അഹങ്കരിച്ച സർവാധികാരിയാണ് വീമ്പടിച്ച 20-ാം നൂറ്റാണ്ടിലെ മനുഷ്യൻ നിസ്സാരനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രകൃതി അതിന്റെ ഭീകരമായ താണ്ഡവമാടുന്നു. പ്രസാദം കൊണ്ട് പ്രസാദിക്കുന്ന വരപ്രധാനിയായ ഈ പ്രകൃതി തന്നെ അവളെ പ്രകോപിതമായി സംഹാര താണ്ഡവമാടി മനുഷ്യന്റെ അഹങ്കാരത്തെ പാടെ വിഭാവനം ചെയ്ത് കെട്ടിപ്പൊക്കിയ ഉത്തുംഗ ഉപകരണങ്ങളെ നക്കിത്തുടച്ച് അല്ലെങ്കിൽ മനുഷ്യ നിസാരെന്ന് വെളുമ്പടിക്കുക. ഇനി ഞാൻ ഇത് സംബന്ധിച്ച് രണ്ടാമത്തെ പ്രമേയത്തിലേക്ക് വരും. എന്താണ് മനുഷ്യൻ? ആ മനുഷ്യൻ എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യത്തിന് പരിണാമവാദികൾ പറഞ്ഞ മറുപടി ഞാൻ പറഞ്ഞു. പക്ഷേ ആ മനുഷ്യനെ മൃഗമെന്ന് വിളിക്കുവാൻ സാധ്യമല്ല. രണ്ടാമത്തെ സിദ്ധാന്തം, എങ്ങനെയാണ് മനുഷ്യനുണ്ടായത്? ഈശ്വരവാദികൾ സൃഷ്ടിവാദികൾ പറയുന്ന മറുപടി, മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അതിപ്രാചീന കാലം മുതൽ അർവാചീന ദേശ വരെ അറിയപ്പെടുന്ന എല്ലാ സാഹിത്യത്തിലൂടെയും പുരോഗമിച്ച് ആധുനിക ലോകം ഗുരുവുകളെ സ്വീകരിച്ചിരിക്കുന്ന ഒന്നാണ് സൃഷ്ടിവാദം. ഈ സൃഷ്ടിവാദ പ്രതലത്തിൽ നിന്നുകൊണ്ടാണ് ഞാനൊരു പ്രസംഗം തയ്യാറാക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ മനുഷ്യനെ സംബന്ധിച്ച് 1, 2, 3, 4, 5, 6 കുറിപ്പുകളായി ഞാൻ മുമ്പിൽ വിഷയം അവതരിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധ എന്റെ പ്രമേയത്തിലേക്ക് വിനീതമായി ക്ഷണിച്ചുകൊള്ളുകയാണ്. മനുഷ്യൻ ഒന്ന്, സൃഷ്ടിയിൽ മഹാനായ മനുഷ്യൻ. ഈ കാണപ്പെടുന്ന ചരാചര നിബദ്ധമായിരിക്കുന്ന പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ ഈശ്വരൻ ഉപയോഗിച്ചത് കേവലം വാക്കാണ്. ആഴി, ഊഴി, ധരികൾ, താരങ്ങൾ, അണ്ടങ്ങൾ, മണ്ഡലങ്ങൾ, ബ്രഹ്മാണ്ഡഘടാകം ഉണ്ടാകട്ടെ ഈശ്വരൻ കൽപ്പിച്ചാൽ തരി, താര, സൂര്യ, പാരാവാര, പർവ്വത പർവ്വതകൃതമായ ഈ ബ്രഹ്മാണ്ഡഘടാകം ഉണ്ടായി വരും. ഉണ്ടാകട്ടെ എന്ന ഉച്ചാരണം കൊണ്ട് തരിതാര സൂര്യ പാരാവാര പർവ്വതാലങ്കൃതമായ ഈ ബ്രഹ്മാണ്ഡഘടാകത്തിന് ജന്മം കൊടുക്കുവാൻ കഴിഞ്ഞ അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവം ഉണ്ടാകട്ടെ എന്ന് ഉച്ചരിച്ചിരുന്നു എങ്കിൽ മനുഷ്യന് ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഉണ്ടാകട്ടെ എന്ന ഉച്ചാരണം കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കാതെ തന്റെ കരുത്തുറ്റ കലാഞ്ജലിയുടെ കമനീയ വൈഭവമായി കലാകൗതുകമായി കാമ്യവസ്തുവായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. അതുകൊണ്ട് സൃഷ്ടിയിൽ തന്നെ മനുഷ്യൻ മഹാനാണ്. 2, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ ഒരു നിത്യവൈരുദ്ധ്യമായിട്ടാണ് ഇവനെ സൃഷ്ടിച്ചിരിക്കുന്നത്. നിത്യവൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പരസ്പരം ചേരാത്ത വസ്തുക്കളെ കൊണ്ടാണ് അവനെ ഉണ്ടാക്കിയത്. ബൈബിളിന്റെ വിവക്ഷ അനുസരിച്ച് മാത്രമല്ല, മനുസ്മൃതിയുടെ, ഭാഗവതത്തിന്റെ, സന്തവസ്ഥയുടെ എന്ന് വേണ്ട പ്രാചീന സാഹിത്യങ്ങളുടെ എല്ലാം തണലിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി. ഉൽപ്പത്തി പുസ്തകം 2:7 ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി. അടുത്ത വാക്യത്തിൽ പറയുന്നത് ദൈവം അവന് ജീവശ്വാസം ഊതി. ജീവനുള്ള ദൈവം മണ്ണിൽ തൊട്ടാൽ മണ്ണ് മാംസമാകും. ആ മാംസത്തിൽ ഈശ്വരൻ തന്റെ ജീവശ്വാസം സന്നിധിപ്പിച്ചാൽ മണ്ണ് ജീവനുള്ള ദേഹിയാകും. അപ്പോൾ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സാധ്യസാന്ത വിധേയമായ മണ്ണ്, സനാതന സത്താവിശേഷമായ ഈശ്വരന്റെ ജീവശ്വാസം രണ്ടും കൂടെ സന്നിധിപ്പിച്ചപ്പോൾ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി. അത് നിത്യമായ വൈരുദ്ധ്യം, പരസ്പരം ചേരാത്ത 2 ഘടകങ്ങളെ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ മനുഷ്യൻ. ഈ 2 വൈരുദ്ധ്യ സ്വഭാവങ്ങളും മനുഷ്യനെ നമുക്ക് കാണാൻ കഴിയും. പിന്നാലെ സൗകര്യമുണ്ടെങ്കിൽ ഞാൻ പറയുന്നതാണ്, തൽക്കാലം വിടുകയാണ്. അപ്പോൾ സൃഷ്ടിയിൽ തന്നെ ഒരു നിത്യവൈരുദ്ധ്യമാണ് മനുഷ്യൻ. ഇത് ബൈബിളിന്റെയും കൂടെ പ്രഖ്യാപനമാണ്. മാത്രമല്ല, മനുഷ്യനെ സംബന്ധിച്ച് മൂന്നാമത്തെ വസ്തുത, ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും വിലയേറിയവനാണ് മനുഷ്യൻ. പ്രപഞ്ചത്തിൽ മനുഷ്യന്റെ വില അതുല്യമാണ്. ഇന്നത്തെ ലോകം മനുഷ്യനെ എങ്ങനെ വില കൽപ്പിച്ചാലും ഇല്ലെങ്കിലും മനുഷ്യൻ ഏറ്റവും മൂല്യമുള്ളവനാണ്. ചാൾസ് മേയോ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഒരിക്കൽ പറഞ്ഞു, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ 6 രൂപ 40 പൈസ വിലയുണ്ട്. 2 ഇഞ്ചാണി ഉണ്ടാക്കുവാൻ ആവശ്യമായ ഇരുമ്പ്, 2 വാർഷോപ്പ് ഉണ്ടാക്കുവാൻ മതിയായിരിക്കുന്ന കൊഴുപ്പ്, 1200 തീപ്പെട്ടിക്കോൽ ഉണ്ടാക്കുവാൻ മതിയായ ഫോസ്ഫറസ്, 1-2 കരണ്ട് മഗ്നീഷ്യം, 5-6 ടീസ്പൂൺ ഉപ്പ്, ഇതിനെല്ലാം കൂടെ അങ്ങാടി കിട്ടുന്ന വില 6.40. നിർഭാഗ്യവശാൽ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും കൂടെ ഭരിച്ചു മുടിച്ച ഈ രാജ്യത്ത് ഇതൊന്നും 6 രൂപ 40 പൈസയ്ക്കോ 6,40,000 രൂപയ്ക്കോ കിട്ടുകയില്ല. ഒരു വൃക്ക മാറ്റി വെക്കണമെങ്കിൽ കൊടുക്കണം 2 ലക്ഷം രൂപ. ഒരു ബൈപ്പാസ് ഓപ്പറേഷൻ വേണമെങ്കിൽ കൊടുക്കണം കുറഞ്ഞത് 1 ലക്ഷം രൂപ. 5 ഓപ്പറേഷൻ നടത്തിയ ആളുകളെ എനിക്കറിയാം. പിന്നീട് 1 കുപ്പി രക്തം വേണോ, ഗ്രൂപ്പ് അനുസരിച്ച് വില വ്യത്യാസം. പിന്നെ മനുഷ്യന്റെ കാല്, കാത്, കണ്ണ്, കയ്യ് ഇതെല്ലാം നഷ്ടപ്പെട്ടാൽ കമ്പോളത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട് കൃത്രിമം തീപിടിച്ച വില. പഞ്ചഭൗതികമായ ശരീരത്തിന്റെ ഉടമയായ മനുഷ്യൻ അവന്റെ ഭൗതികമായ അവയവത്തിന്റെ വിലയാണ് ചാൾസ് മേയോ പറഞ്ഞത്, മനുഷ്യന്റെ വിലയല്ല. മനുഷ്യൻ എന്ന് പറയുന്ന സംജ്ഞ പൂർണ്ണമാകണമെങ്കിൽ ഈ ചട്ടക്കൂട് മാത്രം പോരാ, അതിനകത്ത് ജീവൻ അഥവാ ആത്മാവ് കൂടെ ഉണ്ടായിരിക്കണം. അങ്ങനെ ആത്മാവ് കൂടെ ചേർന്നാലേ മനുഷ്യൻ എന്ന സംജ്ഞ പൂർണ്ണമാകുകയുള്ളൂ. അപ്പോൾ ഈ മനുഷ്യനെ പൂർണ്ണമാക്കുന്ന ആത്മസത്തെ കൂടെ ചേർന്ന് ആ മനുഷ്യന്റെ മൂല്യം എന്താണ്? അത് ചാൾസ് മേയോ പറഞ്ഞതല്ല, അത്
അദ്ദേഹം പറഞ്ഞ ശവത്തിന്റെ വിലയാണ്. എന്നാൽ നേരെ മറിച്ച് മാനവ മൂല്യം എന്താണ്? 2000 ആണ്ടുകൾക്ക് മുമ്പ് വരെ ലോകം ഒന്നടങ്കം ഒരുപോലെ തീരുമാനിച്ചത്, ഇന്നത്തെ ലോകം അംഗീകരിക്കുന്നത് എന്താണ്? മനുഷ്യൻ. ഒരു മനുഷ്യനാരും വില കൽപ്പിച്ചില്ല, എല്ലാവരും സമൂഹത്തിനാണ് വില കൽപ്പിച്ചത്. ഒരു സമൂഹം നിലനിൽക്കണമെങ്കിൽ അതിന്റെ അനുയായികളിൽപ്പെട്ട ആയിരങ്ങൾ 10,000 മരിക്കണം. അങ്ങനെ എത്ര ആയിരങ്ങൾ മരിച്ചാലും വേണ്ടില്ല, സമൂഹം നിലനിന്നാൽ മതി. അതാണ് ബാബറി മസ്ജിദിന്റെ പേരിൽ, അയോധ്യയുടെ പേരിൽ, നിലയ്ക്കലിന്റെ പേരിലെല്ലാം നമ്മൾ മനസ്സിലാക്കിയത്. എത്ര ആയിരങ്ങൾ മരിച്ചാലും വേണ്ടില്ല, സമൂഹം നിലനിന്നാൽ മതി എന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ മനുഷ്യന്റെ ഈ ദാർശനിക ചിന്താഗതി ഉണ്ടല്ലോ, അത് പാടെ മാറ്റിമറിച്ചുകൊണ്ട് 2000 ആണ്ടുകൾക്ക് മുമ്പ് ലോകം കണ്ട അതുല്യ ഗുരുവരനായ കർത്താവായ യേശുക്രിസ്തു പ്രഖ്യാപിച്ചു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അല്ല, ജീവനെ വീണ്ടുകൊള്ളുവാൻ എന്ത് മറുപടി കൊടുക്കും? ഇരട്ട ചോദ്യചിഹ്നങ്ങളിട്ട ഒറ്റ വേറെ സൂത്രം. യേശുക്രിസ്തു പറഞ്ഞു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടി. അസംഭവ്യം. പോട്ടെ, ഒരു മനുഷ്യൻ. യേശുക്രിസ്തു പറഞ്ഞത് സമൂഹത്തിന്റെ വിലയല്ല, ഒരു മനുഷ്യന്റെ വില. ഇതാദ്യമായി ലോക ചരിത്രത്തിൽ ചൂണ്ടിക്കാണിച്ചത് യേശുക്രിസ്തു എന്നാണ് ഞാൻ പ്രഖ്യാപിച്ചത്. യേശുക്രിസ്തു ഈ കഥ വിശദീകരിക്കാനായി മറ്റൊരു കഥ പറയുകയുണ്ടായി. മനുഷ്യന്റെ വില എന്താണ്? യേശുക്രിസ്തു ഉപമകളായിട്ട് വളരെ സംസാരിച്ചിട്ടുണ്ട്. ഏറ്റവും ഉജ്ജ്വലമായ വാക്കുകളെ ഉപമ പറയുന്ന ലളിതമായ പദ്ധതിയിലൂടെ മനുഷ്യന് മനസ്സിലാക്കി കൊടുക്കുവാൻ കഴിഞ്ഞ മനുഷ്യനായ ആചാര്യനായിരുന്നു മശിഹ. അവിടുന്ന് പറഞ്ഞ ഉപമയിൽ ഇതാണ്: നിങ്ങളിൽ ഒരുത്തന് 100 ആടുണ്ടെന്നിരിക്കട്ടെ, അതിൽ ഒന്ന് കാണാതെ പോയാൽ 99 മരുഭൂമിയിൽ വിട്ടിട്ട് കാണാതെ പോയ ഒന്നിനെ കണ്ടെത്തും വരെ അന്വേഷിക്കാതിരിക്കുമോ? ഈ ചോദ്യം യേശുക്രിസ്തു ചോദിക്കുന്ന കാലഘട്ടത്തിൽ ശ്രോതാക്കളുടെ കൂട്ടത്തിൽ തിരുവട്ടാർ കൃഷ്ണൻകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ കണിശമായി ഇങ്ങനെ ചോദിക്കും: കർത്താവേ, കൈവശമുള്ള 99, കൈമോശം വന്നത് 1, കൈവശമുള്ള ഒന്നിനെ വിട്ട് കൈമോശം വന്ന ഒന്നിനെ തേടിപ്പോകുന്നത് ബുദ്ധിമോശമല്ലേ? അപ്പോൾ കൈവശമുള്ള 99 വിട്ട് കൈമോശം വന്ന ഒന്നിനെ തേടിപ്പോകുന്നത് ബുദ്ധിമോശമല്ലേ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം യേശുക്രിസ്തു അങ്ങനെ ബുദ്ധിമോശം പറയുമോ? പിന്നെ എന്താണ് പറഞ്ഞത് കാര്യം? 99 വില ഇല്ലെന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടേ ഇല്ല. നേരെ മറിച്ച് 1 വിലയുണ്ടെന്നാണ് പറഞ്ഞത്. 1 വിലയുണ്ടെങ്കിൽ മാത്രമേ അതിന്റെ ഗുണങ്ങൾക്ക് വിലയുണ്ടാകൂ. ഉദാഹരണത്തിന് മട്ടാഞ്ചേരി മാർക്കറ്റിൽ ഒരു നാളികേരത്തിന് വില കിട്ടുമെങ്കിൽ മാത്രമേ 1000 തേങ്ങ കൂട്ടിയിട്ടാൽ വില കിട്ടൂ. ഒരു നാളികേരത്തിന് വില ഇല്ലെന്ന് വന്നാൽ 1,00,000 തേങ്ങ കൂട്ടിയിട്ടാലും വില കിട്ടുകയില്ല. 1ന്റെ വിലയുണ്ടോ അതിന്റെ ഗുണങ്ങൾക്ക് വിലയുണ്ട്. അപ്പോൾ 1ന് വിലയില്ലേ, അതിന്റെ ഗുണിതം എത്ര വലുതായാലും വിലയില്ല. ഇതാണ് ക്രിസ്തു പറഞ്ഞ കഥയുടെ സാരമെന്ന് എന്റെ പക്ഷം. ചുരുക്കി പറഞ്ഞാൽ യേശുക്രിസ്തു പറഞ്ഞ ഒരു വ്യക്തിയുടെ വില, ഈ മൂല്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് കർത്താവ് അനേകം ആളുകളോട് തന്റെ ഈ വസ്തുതയെ കുറിച്ച് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇതിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പോയി സകല ജാതികളോടും ഇത് പ്രസംഗിക്കണം എന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ ഹരിജനോട്, ഗിരിജനോട്, പട്ടികജാതി, പട്ടികവർഗം, അവർണം സവർണ്ണമെന്ന് ഭേദമില്ലാതെ എല്ലായിടത്തുമുള്ള എല്ലാവരോടും ഈ സന്ദേശം അറിയിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യന്റെ മൂല്യം എത്രയോ വലുതാകുന്നു. ഇന്നത്തെ നമ്മുടെ ഭാരതത്തിൽ മനുഷ്യരെ 3-4 തരംതിരിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രഥമ പൗരൻ ഇങ്ങോട്ട് എഴുന്നള്ളി വന്നാൽ അദ്ദേഹത്തിന് പ്രത്യേക വിലയാണ്. നമ്മുടെ മുഖ്യൻ ഇങ്ങോട്ട് വന്നാൽ അതിനേക്കാൾ വലിയ വിലയാണ്. കാരണം റോഡിന് 2 വശത്തും വേണം വേലി കെട്ട്. അതിനെല്ലാം ഇടയ്ക്ക് കുറെ കൂടെ കഴിഞ്ഞ് 10 അടിക്ക് പോലീസുകാരൻ തോക്കും പിടിച്ച് എന്നിട്ടും പേടി പോകാത്ത ജനാധിപത്യത്തിന്റെ നേതാക്കന്മാർ അവരുണ്ടല്ലോ. ഇങ്ങോട്ട് വരുമ്പോൾ അവർക്ക് ബുള്ളറ്റ് പ്രൂഫ് കാർ വേണം, എങ്കിലേ സഞ്ചരിക്കൂ. മണിക്കൂർ കണക്കിന് മഴ കൊണ്ട്, മഞ്ഞ് കൊണ്ട്, വെയിൽ കൊണ്ട് കഷ്ടപ്പെട്ട് നിന്ന് അവനെ വോട്ട് ചെയ്ത് കയറ്റി വിട്ട് വോട്ടർക്ക് കാലണ വിലയില്ല. മനുഷ്യന് മൂല്യം കൽപ്പിക്കാത്ത രാജ്യമാണ്. പ്രിയ സ്നേഹിതരെ, പഞ്ചാബിൽ ഹിന്ദു കൊല്ലപ്പെട്ടാൽ, കാശ്മീരിൽ മുസ്ലിം കൊല്ലപ്പെട്ടാൽ, അതുപോലെ തലശ്ശേരിയിൽ കമ്മ്യൂണിസ്റ്റുകാരൻ കൊല്ലപ്പെട്ടാൽ, കൊല്ലത്ത് RSSകാരൻ കൊല്ലപ്പെട്ടാൽ, ദക്ഷിണ ആഫ്രിക്കയിൽ കറുത്തവൻ കൊല്ലപ്പെട്ടാൽ, അമേരിക്കയിൽ വെളുത്തവൻ കൊല്ലപ്പെട്ടാൽ അവരെല്ലാം ഒരുപോലെ മനുഷ്യനായി കാണുകയും എല്ലാവർക്കും തുല്യമായ മൂല്യം കൽപ്പിക്കുകയും ചെയ്യുവാൻ കഴിയും. അങ്ങനെ ആദ്യമായി മാനവ മൂല്യം ഉയർത്തി കാണിച്ചുകൊണ്ട് അടിമ ഉടമ വ്യത്യാസമില്ലാതെ, അടിപതറിവരെ മുടിച്ചൂടിയവരും വ്യത്യാസമില്ലാതെ, ജാതി, മത, വർഗ, വർണ്ണ, ഉച്ച, നീച, പണ്ഡിത, പാമര, തൊഴിലാളി, മുതലാളി വ്യത്യാസമില്ലാതെ സമസ്ത മനുഷ്യരെയും സമമായി ദർശിച്ചുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞു എല്ലാവർക്കും തുല്യമായ മൂല്യം. അതുകൊണ്ടാണ് ഈ സുവിശേഷം ഞങ്ങൾ എല്ലാവരോടും പറയുന്നു എന്ന് പറഞ്ഞ് 3ാമത്തെ കുറിപ്പിൽ ഞാൻ ഇവിടെ വാങ്ങുന്നു. മനുഷ്യനെ എത്രയോ വിലയേറിയവനാണ്. 4, മനുഷ്യൻ
മനുഷ്യൻ പ്രപഞ്ചത്തിലെ ഒരേ ഒരു ആധ്യാത്മിക ജീവിയാണ്. പ്രപഞ്ചത്തിലെ ഒരേ ഒരു ആധ്യാത്മിക ജീവി എന്ന് പറയാൻ കാരണം ഇവിടെ അനേകം നോട്ടീസുകൾ വിതരണം ചെയ്തിട്ടുണ്ട്, ബാനറുകൾ കെട്ടിയിട്ടുണ്ട്, ഗായക സംഘം ഗാനങ്ങൾ ആലപിക്കുന്നുണ്ട്, വിളംബരമെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഏറ്റവും കുശാഗ്ര ബുദ്ധിയുള്ള മൃഗങ്ങളുണ്ടല്ലോ, അത്തരത്തിൽപ്പെട്ട മൃഗങ്ങൾ ഒരെണ്ണം ഇവിടെ വന്നിട്ടില്ല. നമ്മുടെ നാട്ടിൽ കുറ്റകൃത്യങ്ങൾ കുറവ് കൂടാതെ കണ്ടെത്തത്തക്ക പൂർണ്ണബുദ്ധിയുള്ളത് കൊണ്ടാണ് ഡോഗ് സ്ക്വാഡ് തന്നെ പോലീസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത്തരത്തിൽപ്പെട്ട നായ്ക്കൾ വീട്ടിൽ വളർത്തുന്നതോ തെരുവിൽ അലയുന്നതോ പോലീസുകാരന്റെ നായ്ക്കളോ ഇവിടെ വരുന്നതേ ഇല്ല. ഈ പ്രസംഗം ഒന്ന് കേട്ട് കളയാം, ഈ പാട്ടൊന്ന് ശ്രവിച്ചു കളയാമെന്ന് പറഞ്ഞ് ഒരെണ്ണം ഇവിടെ വരുന്നില്ല. നേരെ മറിച്ച് ആനകൾ വളരെ ബുദ്ധിയുള്ള ജീവിയാണ്. കാലാവസ്ഥ പരിസ്ഥിതി ഇതിനെല്ലാം ഉല്ലംഘിച്ച് ഈ നൂറ്റാണ്ടുകൾ മുന്നേറി വന്ന ജീവിയാണ്. പക്ഷേ ഈ ആനകൾ അമ്പലപ്പറമ്പിലുണ്ടെങ്കിലും പ്രസംഗം കേൾക്കാൻ നിൽക്കാറില്ല. അത് കഴിഞ്ഞ് നോക്കിയ നമ്മളെ ഏറ്റവും സംഭൂജ്യ ജീവിയാണല്ലോ പശു. ഈ പശു 10 ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ? ഇവിടെ മനുഷ്യരല്ലേ വരുന്നത്. അതുകൊണ്ട് ഏത് തുറയിൽപ്പെട്ടവരായാലും നമ്മൾ മനുഷ്യരാണ്. ഈ മനുഷ്യരല്ലേ ഈ ആധ്യാത്മികമായി ചിന്തിക്കുന്നത്. അവനല്ലേ ആധ്യാത്മികമായ കാര്യം. പകലന്തിയോളം പാടത്തും പട്ടറയിലും ഓഫീസിലും അവിടെ ഇവിടെ എല്ലാം പണിയെടുത്തിരുന്ന ആളുകൾ ഈ സായം സന്ധ്യാവേളയിൽ സുന്ദരമായ കുറെ ഗാനവും ആലപിച്ച് നല്ല ഇളങ്കാറ്റും കൊണ്ട് ഇവിടെ വന്നിരുന്നത് കുറച്ച് ഈ സന്ദേശം ഒന്ന് കേട്ടുകളയാമെന്ന് കരുതാൻ കാരണം മനുഷ്യൻ മാത്രമാണ്. മറ്റൊരു ജീവരാശി കേൾക്കാൻ പോകുന്നില്ല. മനുഷ്യൻ അവനാണ് ഈ ഇന്ന് ഈശ്വരാന്വേഷണം, അവനാണ് സത്യാന്വേഷണം, അവനാണ് യാഗം, അവനാണ് യോഗം, അവനാണ് ധ്യാനം, അവനാണ് തപസ്, അവനാണ് ഈശ്വരനെ തേടി നടക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യൻ പ്രപഞ്ചത്തിലെ ഒരേ ഒരു ആധ്യാത്മിക ജീവിയാണ്. കോടികൾ നേടിയ കോടീശ്വരന്മാർക്ക് സംതൃപ്തിയില്ലാത്തത് കൊണ്ടാണ് വേളാങ്കണ്ണി പോലുള്ള കണ്ണികളിൽ ചെന്ന് കുരുങ്ങുന്നത്. അതുകൊണ്ടാണ് മറ്റു പല ആളുകളും അവിടെ ഇവിടെയോ ഉടനടക്കുന്നത്. കാശിയോ രാമേശ്വരമോ ബദരീനാഥമോ മക്കായോ മദീനയോ എവിടെയായാലും മനുഷ്യനല്ലേ പോകുന്നത്. അവന്റെ മതം നമുക്കൊരു പ്രശ്നമേ അല്ല. പക്ഷെ അവൻ ഇവിടെ എന്തിനാണ് അലയുന്നത്? അവന്റെ മതം കൊണ്ട്, അവന്റെ പണം കൊണ്ട്, അവന്റെ അനുഗ്രഹീതമായ അവൻ കരുതുന്ന പദവികൾ കൊണ്ട്, അവൻ നേടിയെടുത്തിരിക്കുന്ന ഉത്തുംഗമായിരിക്കുന്ന പ്രതാപൈശ്വര്യം കൊണ്ട് സമാധാനത്തിന്റെ ഇറ്റ് ലഭിക്കുമെങ്കിൽ അവൻ ഇവിടെ ഒന്നും അലഞ്ഞു നടക്കുകയില്ല. അപ്പോൾ മനുഷ്യൻ ഇന്ന് പ്രപഞ്ചത്തിലെ ഒരേ ഒരു ആധ്യാത്മിക ജീവിയാണെന്ന് നാം മനസ്സിലാക്കുന്നു. പ്രപഞ്ചത്തിൽ മനുഷ്യൻ മാത്രമാണ് ഒരു ആത്മീയ ജീവിയായിട്ടുള്ളത്. മറ്റ് യാതൊരു ജീവരാശിയും ആധ്യാത്മിക ചിന്താഗതിയുള്ളതല്ല. ഇത് പറഞ്ഞാൽ ഈ കുറിപ്പിവിടെ വാങ്ങുകയാണ്. ഇങ്ങനെ പ്രപഞ്ചത്തിലെ അനുഗ്രഹീതനായ മനുഷ്യൻ. അപ്പോൾ ഈ ചെറിയ കുറിപ്പുകൾ കൊണ്ട് ഞാൻ ഇതുവരെ വിശേഷിപ്പിച്ചത് ഉന്നതനായ മനുഷ്യൻ, ഉത്കൃഷ്ടനായ മനുഷ്യൻ, ആഴികളെന്ന മനുഷ്യൻ, ആകാശം കിടക്കിയ മനുഷ്യൻ, ശാസ്ത്രപരമായ മനുഷ്യൻ, മൂല്യമുറ്റ മനുഷ്യൻ, വൈരുദ്ധ്യജീവിയായ മനുഷ്യൻ, ആധ്യാത്മികനായ മനുഷ്യൻ. പക്ഷേ ഈ മനുഷ്യൻ പരാജയമാണ്. എന്താണ് മനുഷ്യന്റെ പരാജയം? അവിചാരിതമായ നിമിഷത്തിൽ മരണമെന്ന ഏറ്റവും വലിയ ശത്രുവിനെ പിടികൂടുന്നു. ആര്, എപ്പോൾ, എങ്ങനെ, എവിടെ വെച്ച് മരിക്കുമെന്ന് ആർക്കും പറയുവാൻ കഴിയുന്നില്ല. മരണം മനുഷ്യനെ മാടി വിളിക്കുക മാത്രമല്ല, അവന്റെ കഴുത്തിന് പിടിച്ച് കാല യവനിക്ക് അപ്പുറത്തേക്ക് അവിചാരമായി ചുഴറ്റിയെറിയുകയാണ്. എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കുന്നു? ഈ ഉന്നതനായ മനുഷ്യൻ എന്തുകൊണ്ട് മരിക്കുന്നു? ശാസ്ത്രപരമായ മനുഷ്യൻ എന്തുകൊണ്ട് മരിക്കുന്നു? ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കമ്മ്യൂണിസ്റ്റ് സാഹിത്യകാരനായ കെ ദാമോദരൻ ഒരു പുസ്തകം എഴുതി, ഇന്ത്യയുടെ ആത്മാവ്. അതിന്റെ 1-ാമത്തെ അധ്യായം മണ്ണിനടിയിലെ അത്ഭുതങ്ങൾ. അദ്ദേഹം പറഞ്ഞു, പണ്ടുകാലത്ത് പ്രപഞ്ചശക്തിയുടെ ചൊൽപ്പടിക്ക് നിർത്തുവാൻ നമുക്ക് ശാസ്ത്രപാഠവും ഇല്ല. ഇന്ന് നമുക്ക് പ്രപഞ്ചശക്തിയുടെ ചൊൽപ്പടിക്ക് നിർത്തുവാൻ കഴിയും. മരണത്തെ വെല്ലുവിളിക്കുവാൻ കഴിയുമെന്ന് മറ്റൊരാളും പറഞ്ഞു. പക്ഷേ മരണത്തെയും വെല്ലുവിളിക്കാൻ കഴിയില്ല, പ്രപഞ്ചശക്തിയിലെ ചൊൽപ്പടിക്ക് നിർത്തുവാൻ കഴിയില്ലെന്ന് ഇപ്പോൾ നമുക്കറിയാം. സുനാമി മാത്രമല്ല, അതിനുമുമ്പ് എത്ര 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 ഭൂകമ്പങ്ങൾ ഉണ്ടായി. സമുദ്രകമ്പങ്ങളും ഭൂകമ്പങ്ങളും കൊണ്ട് കമ്പം പിടിപ്പിക്കുന്ന മനുഷ്യരാശിയുടെ ജീവിതത്തിന്റെ ത്രസിപ്പിക്കുന്ന അധ്യായങ്ങൾ വിശദീകരിക്കുന്നില്ല. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ സംബന്ധിച്ച് അധികം വിശദീകരിക്കുന്നില്ല. ഇങ്ങനെ ഏത് മനുഷ്യനും മരണത്തിന് മുമ്പിൽ നിസ്സാരനാണ്. ഈ ആഴ്ചയിലെ മലയാളം വാരിക അതിന്റെ മുഖക്കുറിപ്പിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: മനുഷ്യൻ അത്ര നിസ്സാര ജീവിയാണ്. മലയാളത്തിന് ഇത് എഴുതാൻ ഇന്നലെയാണ് കഴിഞ്ഞത്. ക്രിസ്തുവിന് 600 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീസിലെ സാമോസ എന്ന പട്ടണത്തിൽ ജനിച്ച സൈമോണിഡീസ് ഇതേ ചോദ്യം തന്നെ പറഞ്ഞു: മനുഷ്യൻ എത്ര നിസ്സാരനാണ്, അവൻ എന്താണ് അവന്റെ ജീവിതം ഹ്രസ്വം, പാപപൂർണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതാണ് മനുഷ്യൻ. ഈ മനുഷ്യൻ എത്ര നിസ്സാര ജീവിയാണ്. അതുകൊണ്ട് പ്രിയശ്രീ, ഏറ്റവും വമ്പനെന്ന് അഹങ്കരിക്കുന്ന വമ്പന്മാരായ ആളുകൾ ഇവിടെ നേരത്തെ നിങ്ങൾ കണ്ടതുപോലെ ദൃശ്യമായി കാണിച്ചല്ലോ. അതുപോലെ തന്നെ മരണത്തെ പുച്ഛിച്ച് പുറന്തള്ളുന്ന വെല്ലുവിളിക്കുന്ന വമ്പന്മാർ, അധികായന്മാരെല്ലാം മരണമെന്ന 3 അക്ഷരത്തിന് മുമ്പിൽ അമ്മയെ വിറങ്ങലിച്ചു പോവുകയാണ്. മരിക്കാൻ മനസ്സില്ലാത്ത അമേരിക്കൻ കോടീശ്വരനായ ഹ്യൂസിനെ പോലുള്ളവരും മരിച്ചുപോയി. മനുഷ്യൻ എന്തുകൊണ്ട് മരിക്കുന്നു ചോദിക്കൂ ശാസ്ത്രത്തോട്, അത് പറയും പ്രകൃതിയുടെ വികൃതിയാണ്. മനുഷ്യൻ എന്തുകൊണ്ട് മരിക്കുന്നു ചോദിക്കൂ മതങ്ങളോട്, അത് പറയും മനുഷ്യൻ മരിക്കുന്നു, മൗനം ദീക്ഷിക്കും. മനുഷ്യൻ എന്തുകൊണ്ട് മരിക്കുന്നു ചോദിക്കൂ, ക്ഷമിക്കണം, ബൈബിളിനോട് ഉത്തരം പറയും. പാപത്തിന്റെ ശമ്പളം മരണം. പാപമെന്ന കനത്ത പ്രമേയം മാനവ ജീവിതത്തിൽ ആവിർഭവിച്ചില്ല എങ്കിൽ മരണമെന്ന പ്രക്രിയയുടെ ഉണ്ടാകില്ല.
കഴിയില്ല. ബ്രാഹ്മണൻ മരിക്കുന്നു, ചണ്ടാലനും മരിക്കുന്നു. ബ്രാഹ്മണൻ പാപി അല്ലാതിരിക്കുകയും ചണ്ടാലൻ മാത്രം പാപിയായി ഇരിക്കുകയും ചെയ്തുവെങ്കിൽ ബ്രാഹ്മണൻ മരിക്കാതിരിക്കുകയും ചണ്ടാലൻ മാത്രം മരിക്കുകയും ചെയ്യണം. പക്ഷെ യാതൊരു വ്യത്യാസമില്ലാതെ ചണ്ടാലനും ബ്രാഹ്മണനും നീഗ്രോയും വെള്ളക്കാരനും എല്ലാം ഒരുപോലെ മരിക്കുന്നത് കൊണ്ട് ബൈബിൾ പറയുന്നത് പോലെ, മതങ്ങൾ പ്രഖ്യാപിക്കുന്നത് പോലെ സകല മനുഷ്യരും ഒന്നടങ്കം പാപികളാകുന്നു. പാപം എനിക്കില്ല എന്ന് പറയുവാൻ കഴിയുന്ന ഒരു പുണ്യവാളന്മാരെ ഞാൻ ഇന്ത്യയിൽ ഉടനീളം നടന്ന് മിക്കവാറും പട്ടണങ്ങളിൽ മാത്രമല്ല, കൃഷ്ണൻകുട്ടി ഒരു കവല പ്രസംഗം കൂടെയാണ്, അവിടെ നിന്നെല്ലാം വെല്ലുവിളിച്ച് ചോദിക്കാറുണ്ട്. അവിടെ ചോദിച്ചിട്ട് ഇതുവരെ ആരും എനിക്ക് പാപമില്ല എന്ന് പറയാൻ തയ്യാറായിട്ടില്ല. വല്ലവരും അവിടെ നിന്ന് പിറുപിറുത്തെന്ന് വരാം. നേരെ മറിച്ച് മനുഷ്യൻ ജന്മന കർമ്മണ വാഗ്മന കായങ്ങളാൽ പാപിയാകുന്നു. അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ, മനുഷ്യന്റെ പാപം എന്ന് പറയുന്ന ഭയാനകം വിശദീകരിക്കുന്നില്ല. അതിനെക്കുറിച്ച് ഏറ്റവും നന്നായിട്ട് എഴുതിയിരിക്കുന്നത് പണ്ഡിതവര്യനായ പൗലോസ്. നിങ്ങളത് വായിച്ചു നോക്കുക. റോമാലേഖനം 7-ാം അധ്യായം മരണത്തെക്കുറിച്ച്, മനുഷ്യന്റെ നിശ്വരതയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പരേതനായ മള്ളൂർ ഗോവിന്ദപിള്ള, അദ്ദേഹം പ്രസിദ്ധനായ അന്നത്തെ ലോകത്തിലെ അഭിഭാഷകനായിരുന്നു. അദ്ദേഹത്തിന് റോമാലേഖനം 7-ാം അധ്യായത്തിലെ കുറെ ഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേകമായ ആശയം തോന്നി. കേരളത്തിലെ ആധ്യാത്മിക ചിന്തകന്മാരായ ആളുകളെ വിളിച്ച് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ചർച്ച നടത്തുകയുണ്ടായി. അന്ന് അനേകം ആളുകൾ ചെല്ലുകയും സമ്പാദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ഒടുവിലത്തെ സ്ഥിതി എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും മനുഷ്യനെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന മരണം, മനുഷ്യനെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന പാപം. ഡോക്ടർ രാധാകൃഷ്ണൻ ഇന്ത്യൻ ഫിലോസഫി എന്ന പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞു: പാപം ഒരു യാഥാർത്ഥ്യമാണ്, നിഷേധിക്കാൻ കഴിയില്ല, അനിഷേധ്യമാണത്, തനിക്ക് താൻ എതിരാണ്. അദ്ദേഹം പറഞ്ഞു, നമ്മെ ഇരുട്ടിലേക്ക് വലിച്ചെറിയുന്ന ഒന്നാണ്. ഈ യാന്ത്രിക യുഗത്തിൽ യന്ത്രത്തിന്റെ വിജയം, ഭൗതികതയുടെ സുഖ സൗകര്യങ്ങൾ, ആഡംബരത്തിന്റെ ഇതെല്ലാം ഉണ്ടായിട്ടും മനുഷ്യനത്ര നിസ്സാരം. രാധാകൃഷ്ണന്റെ വാക്കുകൾ. പ്രിയ സ്നേഹിതരെ, മനുഷ്യനത്ര നിസ്സാര ജീവിയാണ്. പാപമാണ് അവനെ നിസ്സാരനാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ നിസ്സാരനായ മനുഷ്യൻ മരണത്തിന് മുമ്പിൽ വിറങ്ങലിച്ചു പോവുകയാണ്. ഇങ്ങനെ എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കുന്നു? പാപത്തിന്റെ ശമ്പളം എന്ന ഉത്തരം. അതിനെക്കുറിച്ചും വിശദീകരിക്കാൻ നിവൃത്തിയില്ല. ഇവരെ എണ്ണിക്കുറിച്ച് 40 മിനിറ്റ് കൊണ്ട് പ്രസംഗം നിർത്തണമെന്ന് പറഞ്ഞാൽ പ്രസംഗം എന്ന സോപാനത്തിലേക്ക് കയറി വരാനുള്ള സമയമേ എനിക്കുള്ളൂ. പക്ഷെ ഇവിടെ അതേ പറ്റൂ എന്നുള്ളത് കൊണ്ട് ഞാൻ അത്രയും പറഞ്ഞ് നിർത്തുകയാണ്. ഇങ്ങനെ മനുഷ്യവർഗം ഒന്നടങ്കം പാപികളായി പാപത്തിന്റെ ഫലമായി മരണത്തിന് വിധിക്കുക. എന്താണ് മരണമെന്ന് പറഞ്ഞാൽ? പഞ്ചഭൂതാത്മകമായ ശരീരവും ആത്മാവും നമ്മൾ വേർപിരിയുന്ന അവസ്ഥയ്ക്ക് മരണമെന്ന് പേരില്ല. അതിന് സാമാന്യം നമ്മൾ പറയുന്നത് എങ്ങനെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ മരണമെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മരണം യഥാർത്ഥത്തിൽ മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത്, ആധ്യാത്മികമായി ചിന്തിക്കുന്ന ഏതിനും സമ്മതിക്കുന്നത് ഇതല്ല അവസാനത്തെ മരണം, എന്നാൽ ആത്യന്തികമായി 2-ാം മരണമെന്ന് വിളിക്കുന്ന, നരകമെന്ന് മതഗ്രന്ഥങ്ങൾ വിശേഷിപ്പിക്കുന്ന ഭയാനകമായ അവസ്ഥ, ദൈവത്തിന്റെ അസ്തിത്വമില്ലാത്ത അന്ധകാരപൂർണത, തിരിച്ചു വരുവാൻ കഴിയാത്ത അന്ധകാരപൂർണം യവനന്മാർ. അതുപോലെ നരകത്തെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ പുരാണങ്ങളിൽ, വേദങ്ങളിൽ, ഉപനിഷത്തുക്കളിൽ ഒക്കെയുണ്ട്, വിശദീകരിക്കുന്നില്ല. അങ്ങനെ നരകത്തെ ഒരു യാഥാർത്ഥ്യമായിട്ടാണ് മിക്കവാറും തത്വചിന്തകന്മാരെല്ലാം പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ രാധാകൃഷ്ണൻ തന്നെ ഇന്ത്യൻ ഫിലോസഫി എന്ന പുസ്തകത്തിന്റെ 1-ാമത്തെ വോള്യത്തിൽ ഒരിടത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, നീതിമാന്മാർ ചെന്നു ചേരുന്ന സ്വർഗത്തിന് എതിരെ പാപികൾ ചെന്നു ചേരുന്ന ഒരു നരകമുണ്ട് എന്നുള്ളത് നമുക്ക് നിഷേധിക്കുവാൻ കഴിയില്ല. അദ്ദേഹം ഇത്രയും കൂടെ കൂട്ടിച്ചേർത്തു: ഞാൻ വിശ്വസിക്കുന്ന അന്ധതാമിശ്രങ്ങൾ നരകത്തിന്റെ പേരുകളാണ്. അന്ധതാമിശ്രങ്ങൾ അത് ഈ ലോകത്തിൽ അല്ല എന്ന്, അവ യാഥാർത്ഥ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് രാധാകൃഷ്ണൻ എഴുതിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെക്കാൾ പണ്ഡിതനല്ലാത്തത് കൊണ്ട്, യേശുക്രിസ്തുവിന്റെ ശിഷ്യനായതുകൊണ്ട് ആ വാക്ക് തന്നെ ഞാൻ പറയുകയാണ്. മനുഷ്യൻ ജന്മന കർമ്മണ വാഗ്മന കായങ്ങൾക്ക് അനുസൃതമായി ജീവിച്ചാൽ പാപത്തിന്റെ മലയായ സാമാന്യ മരണം മരിച്ച് അനന്തരം 2-ാം മരണം എന്ന് പറഞ്ഞ അതിഭയാനകമായിരിക്കും ശിക്ഷാവിധിയിലേക്ക് പോകുന്നതാണ്. ഈ ശിക്ഷാവിധി എന്നുള്ള മോചനത്തിന് വേണ്ടിയാണ് മനുഷ്യൻ തത്വചിന്തകൾ, മതങ്ങൾ, കർമ്മകാണ്ഡങ്ങൾ ഇവയെല്ലാം ഉണ്ടാക്കിയത്. പക്ഷേ കർമ്മകാണ്ഡങ്ങളിൽപ്പെട്ട് കാളറിപ്പോയ മനുഷ്യൻ അവൻ നടത്തിയ ആചാരങ്ങൾ, അനുഷ്ഠാന യാഗങ്ങൾ, വ്രതങ്ങൾ ഇവയൊന്നും അവനെ രക്ഷിക്കുവാൻ പര്യാപ്തമല്ലെന്ന് അവന് തന്നെ മനസ്സിലായി. അല്പം കൂടെ കഴിഞ്ഞപ്പോൾ ഇതേ മനുഷ്യൻ തന്നെ നാം പറയാം തത്വചിന്തകന്മാരെല്ലാം വളരെയേറെ ചിന്തിച്ച് ഒടുവിൽ പറഞ്ഞു, മരണം യാഥാർത്ഥ്യമാണ്, എന്റെ ഈ ശരീരം പട്ടടയിൽ എടുത്തു വെക്കൂ, പക്ഷേ ഞാൻ മരിക്കുന്നില്ല, ആത്മാവ് ശേഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് കോടതികളില്ലാത്ത, വിസ്താരങ്ങളില്ലാത്ത, ഒരിക്കലും മനുഷ്യൻ കൊല്ലാത്ത ഒരു വ്യവസ്ഥയിലേക്ക് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സോക്രട്ടീസ് ഇവിടെ പറഞ്ഞത്. പ്രിയസേ, മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യന്റെ യാതൊരു കർമ്മകാണ്ഡങ്ങളും അവനെ രക്ഷിക്കുന്നില്ല. ഈ കർമ്മകാണ്ഡങ്ങൾ കൊണ്ട് മനുഷ്യന് മുക്തി ലഭിക്കുമായിരുന്നെങ്കിൽ പിന്നെയും അവൻ പള്ളിയിൽ പോകുമോ, അമ്പലത്തിൽ പോകുമോ, മോസ്കിൽ പോകുമോ? ഇന്നലെ ചെയ്ത അതേ കർമ്മം കൊണ്ട് അവന്റെ പാപത്തിന്റെ പരിഹാരം വരുന്നു എങ്കിൽ അതേ കർമ്മം ഇന്ന് ചെയ്യുമോ? ഇന്നലെ തന്ന മരുന്ന് കൊണ്ട് എന്റെ അസുഖം മാറിയെങ്കിൽ ഞാൻ പിന്നെയും അതേ വൈദ്യന്റെ അടുത്ത് ചെന്ന് അതേ മരുന്ന് തന്നെ കഴിക്കുമോ? അതുകൊണ്ട് പ്രയോജനമില്ല. അതുകൊണ്ട് മതങ്ങൾ പരാജയം, കർമ്മകാണ്ഡങ്ങൾ പരാജയം, തത്വചിന്ത പരാജയം. ഇത്രയുമായപ്പോഴാണ് ഒരു തത്വചിന്തകൻ പറഞ്ഞത്, നമുക്ക് ഈ ചോദ്യങ്ങൾ ചോദിക്കുവാനേ കഴിയുള്ളൂ.
മതിയുള്ളൂ, ഉത്തരം പറയുവാൻ മറ്റൊരുത്തൻ വന്നേ മതിയാകൂ എന്ന് ഒരു ഗ്രേക്ക തത്വചിന്തകൻ പറഞ്ഞപ്പോൾ മറ്റൊരു ഗ്രേക്ക തത്വചിന്തകനായ മുടിച്ചൂടാ മന്നന്മാരിൽ ഒരാളായി ശേഷിച്ചു ഒഴിയുക അനുഗ്രഹീതൻ അരിസ്റ്റോട്ടിൽ ഇങ്ങനെ പറയുകയുണ്ടായി, ഒരു തികഞ്ഞ മനുഷ്യനെയാണ് നമുക്ക് ആവശ്യം. കിടയറ്റ അന്യൂനനായ ഒരു തികഞ്ഞ മനുഷ്യനെ നമുക്ക് വേണം. അതിനുവേണ്ടിയാണ് അദ്ദേഹം അക്കാഡമികൾ ഉണ്ടാക്കിയത്. അക്കാഡമികൾ വെച്ച് ഒരു തികഞ്ഞ മനുഷ്യനെ വാർത്തെടുക്കുവാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ ഗുരുവായ പ്ലേറ്റോ ഒരു തികഞ്ഞ മനുഷ്യനെ രാജാവിലാണ് കണ്ടത്. ആ രാജാവിന് അദ്ദേഹം പേരിട്ടു ഫിലോസഫർ കിങ്, തത്വചിന്തകനായ രാജാവ്. സൈറാക്കൂസിലെ രാജാവിൽ ആ രാജാവിനെ കണ്ടെത്താമെന്ന് കരുതി വ്യാമോഹിച്ചു പോയി, പരാജയപ്പെട്ടു. അരിസ്റ്റോട്ടിൽ പറഞ്ഞു ഒരു തികഞ്ഞ മനുഷ്യനെ വാർത്തെടുക്കുകയാണ്, പരാജയപ്പെട്ടു. ഒരു തികഞ്ഞ മനുഷ്യൻ എങ്ങനെ ഇരിക്കണം, എങ്ങനെ കിടക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ ഉണ്ണണം, എങ്ങനെ ഉറങ്ങണം എന്നൊക്കെ എഴുതി വെച്ചു. പക്ഷെ ഒരു നല്ല മനുഷ്യൻ അവതരിപ്പിക്കുവാൻ ഗ്രേക്ക ലോകത്തിന് കഴിഞ്ഞില്ല. ഒരു 300 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ ഒരു തികഞ്ഞ മനുഷ്യനെ അന്വേഷിച്ച അതേ ഗ്രേക്ക ലോകത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു ഗ്രേക്കനായ പണ്ഡിതവര്യനായ തെയോഫിലോസ് എന്ന വ്യക്തി അഭിസംബോധന ചെയ്തുകൊണ്ട് മറ്റൊരു ഗ്രേക്കനായ ക്രിസ്തു ശിഷ്യനായി മാറിയ പൗലോസ് എഴുതി, അല്ലയോ ശീമാനായ തെയോഫിലോസേ, ഒരു തികഞ്ഞ മനുഷ്യനെ കണ്ടാലും അവനാണ് ബത്ലഹേമിലെ പുൽത്തൊട്ടിയിൽ ജനിച്ച് കാലത്തിൽ ജീവിച്ച് അനുഗ്രഹീത കാലിടറാതെ കാലത്തിലൂടെ കടന്നുപോയ കരുത്തേറിയ മനുഷ്യൻ. ഇവനെ കണ്ടാൽ ഇവനാണ് തികവുറ്റ കിടയറ്റ അന്യൂനനായ അനന്തതയുടെ ആവിർഭാവമെന്ന് തോന്നിക്കുന്ന അഭൂതപൂർവമായ സത്വാവിശേഷം. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അത് തന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്കറിയാം യേശു ക്രിസ്തു ലോകത്തിൽ വന്നു. ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിട്ടുള്ള ക്രൈസ്തവരെ ഞാൻ ഉദ്ധരിക്കുന്നില്ല. H.G. വെൽസിനോട് ചോദിക്കുക, മനുഷ്യനോട് മനുഷ്യനെന്നിലേക്ക് ആദരവ് ലോകത്തിൽ ആദ്യമായി പ്രകടമാക്കിയത് യേശു ക്രിസ്തുവിന്റെ ഉപദേശങ്ങളാകുന്നു. ലോകനാഗരികർ ചരിത്രം എഴുതിയ ജയ് സെയിൻ പറഞ്ഞത് ഇങ്ങനെയാണ്, മനുഷ്യ മനസ്സുകളിൽ സ്നിഗ്ധതയെ ഉളവാക്കുവാൻ യേശു ക്രിസ്തുവിന്റെ വാക്കുകൾക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. ഇവ രണ്ടുപേരും പേരുകൊണ്ട് അങ്ങനെ തോന്നിച്ചാലും പരിണാമവാദം അനുസരിച്ചുള്ളവരാണ്. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യൻ, ഈ മനുഷ്യനെ സംബന്ധിച്ച് മരണം കൊണ്ട് നശിക്കാത്ത വ്യക്തിവിശേഷം, അങ്ങനെയുള്ള മനുഷ്യനെ രക്ഷിക്കുവാൻ എങ്ങനെ സാധിക്കും? ഒരു വലിയ ചോദ്യമാണ്. 4000 വർഷങ്ങൾക്കും ഒരു മനുഷ്യൻ ചോദിച്ചു, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജനിക്കുമോ? ഉത്തരം അവിടെ ഇല്ല. 1000 വർഷം കൂടെ കഴിഞ്ഞു. മറ്റൊരു മഹാൻ ചോദിച്ചു, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവന് വീണ്ടെടുപ്പ് വില കൊടുപ്പാൻ ആർക്ക് കഴിയും? അവന്റെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത് ഒരു നാളും സാധ്യമല്ല. അടഞ്ഞ അധ്യായം. ഓരകപുത്രന്മാരെ, ഇത് അടഞ്ഞ അധ്യായം ഒരിക്കലും സാധ്യമല്ല. 1000 വർഷം കൂടെ കഴിഞ്ഞ് ഇതാ വരുന്നു ഞാൻ പറഞ്ഞ തികവുറ്റ സമ്പൂർണനായ മനുഷ്യൻ. ആ മനുഷ്യൻ നടന്നു വരുമ്പോൾ ചോദ്യം ഉന്നയിക്കപ്പെട്ടു, ഇങ്ങനെ അയാൾ രക്ഷിക്കപ്പെടുവാൻ, പാപത്തിൽ നിന്ന്, പാപഫലങ്ങളിൽ നിന്ന്, പാപത്തിന്റെ പരമാത്യന്ത ഫലമായിരിക്കുന്ന നാരക ശിക്ഷയിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ എങ്ങനെ സാധിക്കും? യേശുക്രിസ്തു മറുപടി പറഞ്ഞു, മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് മാത്രം സാധ്യം. ഇതാണ് കർത്താവ് മത്തായി 19:26. യേശുക്രിസ്തു മറുപടി തികവുറ്റ മനുഷ്യൻ വിശദീകരിക്കുന്നില്ല. ഈ മനുഷ്യനെ നോക്കുക. ആ മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇത്രയും കാന്താകർഷണ ശക്തിയുള്ള മറ്റൊരു വ്യക്തിപ്രഭാവം ലോകത്തിൽ ഉണ്ടായിട്ടില്ല. ഈ ക്രിസ്തുവിനെ പഠിക്കുവാൻ ഞാൻ വളരെയേറെ ശ്രമിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി അനേക പുസ്തകങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. ഈ ക്രിസ്തുവിനെ പഠിക്കുന്തോറും പൂരിപ്പിക്കുവാൻ കഴിയാത്ത സമസ്യയായി വളരുകയാണ്. അടുത്ത് ചെല്ലുമ്പോൾ ആകാശം മുട്ടി വളർന്നു നിൽക്കുന്ന ദൈവത്വം, അകന്നു പോകുമ്പോൾ കൈനീട്ടി അടുക്കലേക്ക് വരുന്ന മനുഷ്യത്വം, അങ്ങനെ ദൈവത്വവും മനുഷ്യത്വവും ഒരുപോലെ ആർജിച്ചിരിക്കുന്ന അനുഗ്രഹീതമായ സത്ത, അനന്തതയുടെ ആവിർഭാവം, സത്യത്തിന്റെ സാകാരഭാവം, കാരുണ്യത്തിന്റെ കാരുണ്യത്തിടമ്പ്, ഈ അനുഗ്രഹീതനായ പുരുഷവിശേഷമാണ് 2000 ആണ്ടുകൾക്ക് മുമ്പ് അനന്തത വിടിഞ്ഞ് അവനിയിൽ ആഗമിച്ച് അഖില ലോക ജനകോടികളെ അടുക്കിലേക്ക് ആഹ്വാനം ചെയ്ത് ആധ്യാത്മിക ശാന്തിക്ക് വേണ്ടി, ആധ്യാത്മികതയുടെ അമൃതബിന്ദുവിന് വേണ്ടി അവിടെ ഇവിടെ നലയുന്ന വല്ലയോ മനുഷ്യ, എന്റെ അടുക്കിലേക്ക് ഒരു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവൻ. യേശു ക്രിസ്തു അല്ലാതെ ഇതുപോലെ വിളിച്ച ഒരുത്തനും ഉണ്ടായിട്ടില്ല. എന്റെ അടുക്കൽ വരുവൻ, ഞാൻ നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കാം, ഞാൻ നിങ്ങൾക്ക് അനന്ത ജീവനെ തരാം. യേശു ക്രിസ്തു പ്രഖ്യാപിച്ചു. സമയം പരിമിതം, ഞാൻ അപ്പുറത്തേക്ക് വരിക. ഇങ്ങനെ പ്രഖ്യാപിച്ച കർത്താവ് യേശു ക്രിസ്തു ഒന്ന് പാപികളുടെ രക്ഷിതാവെന്ന് അവകാശപ്പെടുകയുണ്ടായി. പാപികളെ രക്ഷിക്കുവാൻ ഞാൻ ലോകത്തിലേക്ക് വന്നു എന്ന് പറയുന്നവൻ, ഞാൻ നേരത്തെ പറഞ്ഞ പരിപൂർണനായിരിക്കണം. അപ്പോൾ യേശു ക്രിസ്തു ആരാണെന്ന് ചോദ്യത്തിന് ബൈബിൾ പറയുന്ന മറുപടി ദൈവമാണ്. അപ്പോൾ അദ്ദേഹം മനുഷ്യനുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് കൃഷ്ണൻകുട്ടി ശരിയാകുന്നത്? ദൈവം സർവ്വസമ്പൂർണനാണ്. A.J. കൃഷ്ണവാര്യർ, അദ്ദേഹത്തിന്റെ പ്രത്യേകമായ ഒരു പുസ്തകമുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വപ്രസിദ്ധി ആർജിച്ചിരിക്കുന്ന ശാങ്കര ഭാഷ്യത്തിന് അദ്ദേഹം എഴുതിയതായ ഭാഷ്യം. അതുകൊണ്ട് ബ്രഹ്മസൂത്ര ശാങ്കര ഭാഷ്യത്തിന് A.J. കൃഷ്ണവാര്യരുടെ ഭാഷ്യത്തിൽ അദ്ദേഹം പറഞ്ഞു, ദൈവം പരിപൂർണനാകുന്നു, ക്രൈസ്തവ ദർശനവും പരിപൂർണം തന്നെ അദ്ദേഹം പറഞ്ഞു. അതിന് ബോധഫലമായി കൊടുത്തിരിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷം 5:48 സൂക്തമാണ്. ദൈവം സമ്പൂർണ്ണൻ. ആ സമ്പൂർണ്ണ ദൈവം മനുഷ്യനായി വന്നാൽ സമ്പൂർണ്ണത എങ്ങനെ ഉണ്ടായിരിക്കും? അതിന് ഞാൻ മറ്റൊരു ഉപനിഷത്താണ് ഉദ്ധരിക്കുന്നത്. ബൃഹദാരണ്യ ഉപനിഷത്ത് പറയുന്നത് എന്താണ് പൂർണ്ണത എന്ന് പറഞ്ഞാൽ, പൂർണ്ണമത
പൂർണ്ണമിത പൂർണ്ണാൽ പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ. പൂർണ്ണം തന്നെ അത്, പൂർണ്ണം തന്നെ ഇത്. പൂർണ്ണത്താൽ പൂർണ്ണത വരുന്നു. പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണമെടുക്കുക, പൂർണ്ണം പിന്നെയും അവശേഷിക്കും. അങ്ങനെ എടുക്കാവുന്ന പൂർണ്ണത, ആ പൂർണ്ണതയാണ് മനുഷ്യാവതാരം സ്വീകരിച്ചു വന്നത്. അങ്ങനെ ലോകത്തിലേക്ക് വന്ന കർത്താവായ യേശു ക്രിസ്തു കുറെ ഉപദേശങ്ങൾ മാത്രം പറഞ്ഞില്ല. ഉപദേശമാണെങ്കിൽ ക്രിസ്തുവിന് തുല്യം ഉപദേശിച്ച ഒരു ഗുരു ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അത് മാത്രം പറഞ്ഞാൽ കൃഷ്ണൻകുട്ടിക്ക് 2 മണിക്കൂർ പറയാനുള്ള ബൈബിൾ നൽകുന്നുണ്ട്. പക്ഷേ വിഷയം അതല്ലല്ലോ. അതുകൊണ്ട് ക്രിസ്തുവിനാൽ പോലെ ഉപദേശിച്ച മറ്റൊരു ഗുരു ഉണ്ടായിട്ടേ ഇല്ല എന്ന് ഞാൻ അഖണ്ഡിതമായി പ്രഖ്യാപിക്കുകയാണ്. 2, ക്രിസ്തുവിനെ പോലെ ജീവിച്ച മറ്റൊരാചാര്യൻ ഉണ്ടായിട്ടില്ല. നിസ്തുല്യനായ കർത്താവായ യേശു ക്രിസ്തു, പാപരഹിതനായ പവിത്രനായ പരത്തിന്റെ അവതാരമായ അവിടുത്തേക്ക് മാത്രമേ പാപിയെ രക്ഷിക്കുവാൻ കഴിയൂ. പാപിയുടെ രക്ഷിതാവ് ഒന്ന് പാപരഹിതനായിരിക്കണം. യേശു ക്രിസ്തു ഒരിക്കൽ ഇങ്ങനെ ചോദിച്ചു. അദ്ദേഹത്തെ ക്രൂശിക്കുവാൻ വകതേടുന്ന കൂട്ടത്തോട് കൂസാത്ത ചോദ്യം, നിങ്ങൾ ആർക്കെന്റെ പാപത്തെ കുറിച്ച് ബോധം വരുത്തും? ഉത്തരവില്ല. അതിശയം അദ്ദേഹത്തെ വിസ്തരിച്ച ഗവർണർ പിലാത്തോസ്, ഈ നീതിമാൻ ഞാനൊരു കുറ്റവും കാണുന്നില്ല. പിലാത്തോസിന്റെ ഭാര്യ, പിലാത്തോസ് അവൻ നീതിമാനാണ്, അവന്റെ കാര്യത്തിൽ ആയിട്ട് പോകരുത് പിലാത്തോസ്, അതുകൊണ്ട് ഇവൻ നീതിമാനാകുന്നു. അവനെ കാണിച്ചു കൊടുത്ത യൂദാസ്, കുറ്റമില്ലാത്ത രക്തത്തെ ഞാൻ കാണിച്ചു തന്നിരിക്കുന്നു. അല്പം കൂടെ കഴിഞ്ഞു കാൽവരിയിൽ ക്രൂശിൽ 2 കള്ളന്മാർ, 2 പേരും പരിഹസിച്ചു. എങ്കിലും ഒടുവിലായി ഒരു കള്ളൻ പറഞ്ഞു, നാമോ ന്യായമായത് അനുഭവിക്കുന്നു, ഇവനോ അരുതാത്ത് ചെയ്തിട്ടില്ല. ചരിത്രത്തിൽ അരുതാത്ത് ചെയ്യാത്ത ഒരേ ഒരുത്തൻ മാത്രം. അങ്ങനെ ലോകത്തിലേക്ക് വന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അനുയായികൾ പറഞ്ഞത് ഇങ്ങനെയാണ്. പൗലോസ്, അവൻ പാപം അറിഞ്ഞിട്ടില്ല. യോഹന്നാൻ, അവനിൽ പാപമില്ല. അതിനെ തുടർന്ന് ഇതേ വാക്കിൽ തന്നെ പിന്നെയും വായിക്കാവുന്നതാണ്. പത്രോസ്, അവൻ പാപം ചെയ്തിട്ടില്ല. അങ്ങനെ പാപം ഇല്ലാത്ത, പാപം അറിയാത്ത, പാപം ചെയ്യാത്ത പരത്തിന്റെ അവതാരമായ യേശു ക്രിസ്തു, അവിടുത്തെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കിയ രാജാ റാം മോഹൻ റോയ് അദ്ദേഹം എഴുതിയതാണ് ലൈഫ് ഓഫ് ജീസസ് എന്ന പുസ്തകത്തെ പറഞ്ഞു. യേശു ക്രിസ്തു വെളിച്ചം പോലെ വിശുദ്ധൻ, കുഞ്ഞാട് പോലെ നിർദോഷി, ആത്മാവിന്റെ നിത്യജീവാഹാരം, യഹൂദന്മാരുടെയും പ്രജാതികളുടെയും ആത്മീയ യജമാനും ഇടയനും ഇവൻ തന്നെയാണ്. കർത്താവായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ രക്ഷിതാവായി വന്ന പാപരഹിതനായിരിക്കണം. 1. 2, മണ്ണിലെ മനുഷ്യനെ രക്ഷിക്കുവാൻ വന്ന ഈ അവതാര പുരുഷനാണെങ്കിൽ അവൻ വിണ്ണിൽ നിന്ന് ഇറങ്ങി വന്നിടണം. മറ്റൊരു മണ്ഡലത്തിൽ നിന്ന് നമ്മുടെ മണ്ഡലത്തിലേക്ക് വരണം. അപ്പോൾ റഷ്യൻ സാഹിത്യകാരനായ സഖറോവ് ഇങ്ങനെ എഴുതി, ആദ്യമായി മറ്റൊരു മണ്ഡലത്തിൽ നിന്ന് നമ്മുടെ മണ്ഡലത്തിലേക്ക് ഇറങ്ങി വന്ന വ്യക്തിയാണ് നസ്രായനായ യേശു ക്രിസ്തു. അപ്പോൾ യേശു ക്രിസ്തു പ്രഖ്യാപിച്ചു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു. അനവധി പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്, സ്വർഗത്തിൽ ഇറങ്ങി വന്നിരിക്കുന്നു. അപ്പോൾ ഭൂമിയിലെ മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ മാനവ മണ്ഡലത്തിന് അതീതമായി, പാപപങ്കിലമായ മണ്ണിനും മാനവ പ്രകൃതിക്കും അതീതമായി മറ്റൊരു മണ്ഡലത്തിൽ നിന്ന് വേണം ഇറങ്ങി വരാൻ. അങ്ങനെ മറ്റൊരു മണ്ഡലത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന്, അനന്തതയിൽ നിന്ന് അവനിലേക്ക് ഇറങ്ങി വന്ന പുണ്യധാമം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. മാത്രമല്ല പാപിയുടെ രക്ഷിതാവ് ദൈവമായിരിക്കണം. യേശു ക്രിസ്തു ഞാൻ ദൈവമാകുന്നു എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കൃഷ്ണൻകുട്ടി? അതിനാണ് ഈ വാക്യം ഞാൻ ഉദ്ധരിക്കുന്നത്. എങ്ങനെയാൽ രക്ഷിക്കപ്പെടുന്ന ആർക്ക് കഴിയും? മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സാധ്യമെന്ന് പറഞ്ഞ യേശു ക്രിസ്തു അടുത്ത വാക്കുകളിൽ പറഞ്ഞത്, ഞാൻ വന്നത് രക്ഷിക്കുവാൻ വേണ്ടിയാണ്, പാപികളെ രക്ഷിക്കുവാൻ. ഭഗവാൻ കൃഷ്ണനോട് ചോദിക്കൂ, അങ്ങയുടെ അവതാര ഉദ്ദേശ്യം എന്താണ്? ഭഗവത്ഗീതയിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥമായി എന്നൊക്കെ പറയുന്നു. പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം, ഞാൻ വന്നത് പാപികളെ കൊല്ലുവാൻ, ഭക്തന്മാരെ രക്ഷിക്കുവാൻ. യേശു ക്രിസ്തുവിനോട് ചോദിക്കാം, അല്ലയോ ക്രിസ്തു, അങ്ങെന്തിനാണ് അവതരിച്ചത്? പരിത്രാണായ സാധൂനാം എന്നല്ല, പരിത്രാണായ ദുഷ്കൃതാം, ഞാൻ വന്നത് പാപികളെ രക്ഷിക്കുവാനെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഈ ലോകത്തിൽ മറ്റൊരു മണ്ഡലത്തിൽ നിന്ന് ആഗമനം ചെയ്തെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന, ബൈബിൾ പ്രഖ്യാപിക്കുന്ന, വിശ്വം പ്രഖ്യാപിക്കുന്ന നസ്രായനായ യേശു ക്രിസ്തു മാത്രം. ഈ കർത്താവായ യേശു ക്രിസ്തു പാപിയുടെ രക്ഷിതാവാണ്. അപ്പോൾ ദൈവമായിരിക്കണ്ടേ? യേശു ക്രിസ്തുവിന്റെ അവകാശവാദം ഇതാണ്. അപ്പോൾ ദൈവത്തിനെ രക്ഷിക്കുവാൻ കഴിയൂ. ഞാൻ രക്ഷിക്കുവാൻ വന്നു എന്ന് പറയാൻ, ഞാൻ രക്ഷിക്കാൻ വന്ന ദൈവമെന്നല്ല അർത്ഥം. അതാണ് കർത്താവായ യേശു പറഞ്ഞത്. ഇത്രയും പറഞ്ഞ് ഞാൻ ഈ പോയിന്റ് വിടുകയാണ്. ഇനി ഏതാനും മിനിറ്റുകൾ മാത്രം, അതിനുകൊണ്ട് ബാക്കിയൂടെ പറയണം. ഇങ്ങനെ വന്ന കർത്താവായ യേശു ക്രിസ്തു അത്ഭുതം അത്ര ചെയ്തു എന്നുള്ളത് ഒരു കണക്കല്ല. യേശു ക്രിസ്തു ഒരൊറ്റ അത്ഭുതം ചെയ്തില്ലെങ്കിലും അവിടുന്ന് സമ്പൂർണ്ണമായ ദൈവവും സമ്പൂർണ്ണമായ മനുഷ്യമാണ്. ക്രൈസ്തവ ലോകം മിക്കവാറും പ്രസംഗിക്കുമ്പോഴെല്ലാം യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ചാണ് പറയുന്നത്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളൊന്നും അത്ര കാര്യമല്ല, ഒന്നൊഴിച്ച് ബാക്കിയെല്ലാം അത്ര കാര്യമല്ല. യേശു ക്രിസ്തു ചെയ്ത അതേ അത്ഭുതങ്ങൾ ചെയ്ത പഴയ പ്രവാചകന്മാരുണ്ടല്ലോ, അതിലും വലിയ കാര്യം ചെയ്തവരുണ്ട്. ഉദാഹരണത്തിന് യേശു ക്രിസ്തു 5 അപ്പം കൊണ്ട് 5000 പുരുഷന്മാരെ പോഷിപ്പിച്ചു. പിന്നെ ഭാര്യമാർ, പരിവാരങ്ങളെല്ലാം കൂടെ. പിന്നെ അത് ഒരു ദിവസത്തെ കാര്യമാണ്. മോശ എന്ന് പറയുന്ന ഇസ്രായേലി പ്രവാചകനുണ്ടല്ലോ, അത് 6 ലക്ഷം പുരുഷന്മാരുടെ ഭാര്യമാർ, പിന്നെ മക്കൾ ഇഷ്ടം പോലെ. അതിനെ എല്ലാം കൂടെ
40 വർഷം ഒന്നും കിട്ടാത്ത മരുഭൂമിയിൽ തീറ്റിപ്പോറ്റിയെങ്കിൽ യേശുക്രിസ്തുവാണോ വലിയവൻ? ഈ അത്ഭുതം ചെയ്ത മോശയാണോ വലിയവൻ? ഇത് ഒരുവൻ അത്ഭുതം ചെയ്തത് കൊണ്ട് അവനെ ഞങ്ങൾ ദൈവമാക്കുമെങ്കിൽ മോശയല്ലേ ഞങ്ങൾ ദൈവമാക്കേണ്ടത്? പക്ഷേ യേശുക്രിസ്തു എത്ര അത്ഭുതം ചെയ്തു എന്നുള്ളത് പ്രസക്തമേ അല്ല. യേശുക്രിസ്തു 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഭഗവാൻ കൃഷ്ണൻ അക്ഷയപാത്രത്തിൽ പറ്റി പാഞ്ചാലി പലവട്ടം കഴുകിയിട്ട് പോകാത്ത ചീരയുടെ അറ്റം അതെടുത്ത് നാക്കിന്റെ അറ്റത്ത് പറ്റിച്ചപ്പോൾ അദ്ദേഹത്തിനും കൂടെയുള്ളവർക്കും വിശപ്പ് പറ്റേ അറ്റുപോയില്ലേ? ഈ അത്ഭുതം കൊണ്ട് തിരിച്ചടിക്കാൻ എനിക്കറിയാം. അതുപോലെ ക്രിസ്ത്യാനികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇതിലും വലിയ അത്ഭുതം ക്രിസ്തു പറയൂ. അതേപോലെ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, യേശു ക്രിസ്തു ഇതിലും വലിയ അത്ഭുതം ചെയ്തു. മരിച്ച ആളെ നാറ്റം വെച്ച് 4 ദിവസം കഴിഞ്ഞപ്പോൾ ജീവിപ്പിച്ചു. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ സുന്ദരമായ ഒരു കഥ രാമായണത്തിൽ കിടപ്പുണ്ട്. രാമൻ ഇങ്ങനെ കാട്ടിലൂടെ നടന്നു പോവുകയാണ്. പണ്ടൊരു കാലത്ത് അഹല്യ എന്നൊരു പെണ്ണ് മഹർഷി ശാപം കൊണ്ട് കല്ലായി കിടക്കുകയായിരുന്നു. ഈ കരിങ്കല്ലിന്റെ മേൽ രാമന്റെ കാലൊന്ന് മുട്ടുകയും കരിങ്കല്ല് കാമിനിയെ മണിയായിത്തീരുകയും ചെയ്തു. കരിങ്കല്ലിനെ കാമിനിയെ മണിയാക്കിയ രാമനാണോ വലുത്, ഉള്ള ശവത്തെ ജീവിപ്പിച്ച ക്രിസ്തുവാണോ വലുത്? ആ ക്രിസ്ത്യാനിയെ ഞാൻ 2ാം വട്ടം തോൽപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ പലതും ഞാൻ ചെയ്തിട്ടുണ്ട്, അവരെ തോൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ യേശുക്രിസ്തു അത്ഭുതം ചെയ്തു എന്നുള്ള എനിക്ക് വിഷയമല്ല. പക്ഷെ യേശുക്രിസ്തു ദൈവമാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ ഏത് ആംഗിളിലൂടെ നോക്കിയാലും അവൻ അഭൂതപൂർവമായ സംശയം തന്നെയാണ്. അങ്ങനെ 8 സീരിയലുകൾ ഞാൻ എഴുതിയിട്ടുണ്ട് യേശുക്രിസ്തു എന്ന പേരിൽ. വിശദീകരിക്കാൻ സമയം പോരാ. അവിടെ ഇങ്ങനെയുള്ള അത്ഭുതവാനായ കർത്താവായ യേശുക്രിസ്തു, അല്ലോ ക്രിസ്തു അങ്ങനെയാണ് ലോകത്തിലേക്ക് വന്നത്. പരിത്രാണായ ദുഷ്കൃതാം, ഞാൻ വന്നത് പാപികളെ രക്ഷിക്കുവാൻ. ഇത് പറഞ്ഞ കർത്താവ് അടുത്ത വാക്യത്തിൽ പറഞ്ഞത് ഞാൻ മരിക്കാനായി പോകുന്നു എന്നാണ്. പാപിയെ രക്ഷിക്കുന്ന മരിച്ചുകൊണ്ടാണോ? അവിടെയാണ് ഞാൻ ആദ്യത്തെ പ്രമേയത്തിൽ പറഞ്ഞ ഒരു പ്രത്യേക വസ്തുത. യേശുക്രിസ്തു പറഞ്ഞു പാപത്തിന്റെ ശമ്പളമാണ് മരണം. അപ്പോൾ എല്ലാവരും മരിക്കുന്ന പാപത്തിന്റെ ശമ്പളം. അപ്പോൾ മരണത്തിൽ നിന്ന് അവരെ രക്ഷിക്കണമെങ്കിൽ, എല്ലാവർക്കും പാപത്തിന്റെ പ്രതിഫലമായി ലഭിക്കുന്ന 2ാം മരണത്തിൽ നിന്ന് അവരെ വിടുവിക്കണമെങ്കിൽ ദൈവനീതി ആവശ്യപ്പെടുന്ന ഈ മരണം നിർവഹിച്ചേ തീരൂ. ദൈവത്തിന്റെ നീതിയാണ് പറയുന്നത് പാപി മരിക്കണം. ഈ പാപിയുടെ മരണമാണ് നിറവേറേണ്ടത്. അതിനുവേണ്ടി മരിക്കുവാൻ അർഹതയുള്ളവനാണ് കർത്താവ്. ഇപ്പൊ 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ക്രിസ്തുവിനെ കുറിച്ച്. ഒന്ന്, യേശു ക്രിസ്തു പാപം ചെയ്തിട്ടില്ല. ഒരു ചോദ്യം ചോദിക്കാം, കൃഷ്ണൻകുട്ടി, പാപം ചെയ്യാത്ത ക്രിസ്തു മരിക്കുമോ? ഇല്ലേ, ഇല്ല. മരിച്ചില്ലേ? മരിച്ചു. അപ്പോൾ എങ്ങനെയാണ് മരിച്ചത്? അതിന് ബൈബിൾ ഒരു മറുപടി പറയുന്നുണ്ട്. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന് നീതിയാകുവാൻ ദൈവം അവനെ പാപമാക്കി. ഗത്സമേന. അതിനപ്പുറം പറയാം, പ്രവാചകന്റെ വാക്കുകൾ വേണം. പ്രവാചകൻ BC 780 പറഞ്ഞത് ഇങ്ങനെയാണ്, യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. 700 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ യോർദാന്റെ തീരത്തൂടെ നടന്നു വരുന്ന നസ്രായനായ യേശുവിനെ കണ്ടിട്ട് സ്നാപ യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അതിന് അല്പം കൂടെ കഴിഞ്ഞ് ക്രൂശ് മരണം കഴിഞ്ഞപ്പോൾ പത്രോസ് എഴുതി, അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. ചുമക്കുക. എപ്പോഴാണ് ക്രിസ്തു പാപം ചുമന്നത്? പാപം ചെയ്യാത്ത ക്രിസ്തു മരിക്കയില്ല. പിന്നെ എങ്ങനെയാണ് മരിക്കാനുള്ള അർഹത നേടിയത്? ഒന്ന്, പാപം ചുമത്തപ്പെട്ടപ്പോൾ മരിക്കാനുള്ള ഗത്സമേനയിൽ വെച്ച് യേശു ക്രിസ്തു പാപം ചുമത്തപ്പെട്ടവനായി. അങ്ങനെ അവിടെ നിന്ന് പാപമറിയാത്ത കർത്താവായ യേശു ക്രിസ്തുവിന്റെ പവിത്രമായ ശരീരത്തിൽ ലോകജനങ്ങളുടെ പാപമൊന്നടങ്കം പെയ്തിറങ്ങിക്കൊണ്ടിരുന്ന ആ സമയത്ത് കർത്താവായ യേശു ക്രിസ്തു വിയർക്കുകയും ക്ഷീണിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ കർത്താവായ യേശു ക്രിസ്തു പതറിയില്ല. എന്നാൽ അവൻ ക്ഷീണിതനായി മാറി. പാപം ചുമന്നപ്പോൾ പാപത്തിന് യേശുവിനെ പോലും തളർത്താൻ കഴിയുമെന്ന് മനസ്സിലായി. അങ്ങനെ പാപം ചുമന്ന് അവൻ പുറത്തേക്ക് വരിക. നിങ്ങൾ ആരെ തിരയുന്നു? നസറായനായ യേശുവിനെ. ഞാൻ തന്നെ. എന്നെ ആകുന്നു തിരയുന്നതെങ്കിൽ ഇവർ പോകട്ടെ. ഇവിടെയാണ് സുവിശേഷം ആരംഭിക്കുന്നത്. പാപികളായ മനുഷ്യവർഗത്തെ വെറുതെ വിടുക, അവർക്ക് വേണ്ടി എന്നെ പിടിച്ചുകൊള്ളുക ക്രിസ്തു പ്രഖ്യാപിച്ചു. 2, അപ്പോൾ അടുത്ത ചോദ്യം, കൃഷ്ണൻകുട്ടി, നിങ്ങൾ പറഞ്ഞ യേശു ക്രിസ്തു ദൈവമെന്നല്ലേ? ദൈവം മരിക്കുമോ? ഇല്ല. അപ്പോൾ യേശു ക്രിസ്തു മരിച്ചില്ലേ? മരിച്ചു. ദൈവം മരിക്കുകയില്ലെങ്കിൽ യേശു ക്രിസ്തു ദൈവമാണെങ്കിൽ മരിച്ചത് എങ്ങനെയാണ്? ദൈവത്തിനൊരിക്കലും മരിക്കാൻ കഴിയുകയില്ല. അപ്പോൾ മരിക്കണം, പാവി മരിക്കണം. അതിന് പകരം മരിക്കണമെങ്കിൽ ദൈവം മനുഷ്യനാകണം. അപ്പോൾ മരിക്കുവാൻ വേണ്ടിയാണ് മനുഷ്യാവതാരം. മരിക്കുവാൻ വേണ്ടി മനുഷ്യാവതാരം സ്വീകരിച്ചില്ലെങ്കിൽ ക്രിസ്തു മരിക്കയില്ല. 2 കാര്യം ഞാൻ പറഞ്ഞു. 3, പാപം ചുമത്തപ്പെട്ടപ്പോൾ മനുഷ്യനായി വന്നപ്പോൾ മരിക്കാനുള്ള അർഹത കർത്താവ് നേടി. 3, യേശു ക്രിസ്തു ഞാൻ മരിക്കാൻ വന്നു എന്ന് മാത്രമല്ല, ക്രൂശിൽ മരിക്കാനാണ് വന്നത്. അപ്പോൾ യേശു ക്രിസ്തു റോമൻ പൗരനാണ്, അത് മാത്രമല്ല യഹൂദനുമാണ്. യഹൂദനെ കല്ലെറിഞ്ഞു കൊല്ലണം. ദൈവദൂഷണം പറഞ്ഞാൽ അവനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് പ്രമാണം, യഹൂദന്റെ പ്രമാണം. അങ്ങനെ ഉണ്ടെങ്കിൽ യേശു ക്രിസ്തുവിന്റെ മേൽ യഹൂദ മഹാപുരോഹിതനായ കയ്യഫാസും സന്നിധി സംഘവും ചുമത്തിയ കുറ്റം ദൈവദൂഷണം. പക്ഷേ അവനെ കല്ലെറിഞ്ഞു കൊല്ലണം ഒറ്റ യഹൂദനും പറഞ്ഞില്ല. യഹൂദന്മാരെല്ലാം എന്താണ് പറഞ്ഞത്? പിലാത്തോസിന്റെ ചോദ്യം, ഞാൻ ഈ നീതിമാനെ വിസ്തരിച്ചവനെ കുറ്റം കാണുന്നില്ല. യഹൂദന്മാർ അവനെ ക്രൂശിക്ക. പിലാത്തോസ്, ഞാൻ ഉത്സവത്തിൽ ഇതിനെ വിട്ടുതരുന്ന പദമുണ്ട് ഇവിടെ
ഇവിടെ ബർബാസ്, ഇവിടെ ക്രിസ്തു. ആരെ വിട്ടതാണ്? യഹൂദന്മാർ. അവനെ ക്രൂശിക്കുക പിലാത്തോസ്. എന്നാൽ നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമോ? യഹൂദന്മാർ, ഞാൻ കൈസറല്ലാതെ വേറെ രാജാവില്ല. പിലാത്തോസ്. എന്നാൽ ഇവൻ ചെയ്ത ദോഷമെന്ത്? അതിന് വ്യാഖ്യാനം ഞാൻ പറഞ്ഞാൽ, ഇവൻ ചെയ്ത ദോഷമെന്ത്? വിശന്നവർക്ക് അപ്പം തന്നതാണോ? നിന്റെ ദാഹിച്ചവർക്ക് ജീവജലം തന്നതാണോ? നിന്റെ രോഗികളെ സൗഖ്യമാക്കിയതാണോ? മുടന്തന്മാരെ നടക്കുമാറാക്കിയതാണോ? കുരുടന്മാർക്ക് കാഴ്ച നൽകിയതാണോ? ഇവൻ ചെയ്ത ദോഷമെന്ത്? മരിച്ച ഉയർപ്പിച്ചതാണോ? അന്ധന്മാരെ മോചിപ്പിച്ചതാണോ? ബന്ധനത്തിൽ കിടന്ന മനുഷ്യവർഗത്തിന്റെ അന്ധതയുടെ ചങ്ങല അറുത്ത് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ വിശാല വിഹായസിലേക്ക് അന്ധകാര കത്തുറിഞ്ച് അടയ്ക്കപ്പെട്ട ആളുകൾക്ക്, മതത്തിന്റെ അനേക ശൗടീരങ്ങൾ അടയ്ക്കപ്പെട്ട ജനകോടികൾക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതാണ്. ഇവൻ ചെയ്ത ദോഷം പറയട്ടെ ഭാരതം, പറയട്ടെ വച്ചിക്കാൻ, പറയട്ടെ ലോകം. ഇവൻ ചെയ്ത ദോഷമെന്ത്? ലോകമനക്ഷാശക്തിയുടെ നേരെ നീട്ടിപ്പിടിച്ച ദൈവനിയുടെ കുന്തമുന. അതാണ് പിലാത്തോസിന്റെ ചോദ്യം. ഇവൻ ചെയ്ത ദോഷമെന്ത്? പക്ഷേ അവനെ ക്രൂശിന് വിധിക്കുകയുണ്ടായി. യേശുക്രിസ്തു റോമൻ പൗരൻ കൂടെയാണ്. പക്ഷേ റോമാക്കാരും പറഞ്ഞില്ല ഇവനെ വാളുകൊണ്ട് വെട്ടിക്കൊല്ലണം എന്ന് പറഞ്ഞില്ല. കാരണം യേശുക്രിസ്തു യഹൂദനാണ്, കല്ലെറിഞ്ഞു കൊല്ലണം യഹൂദൻ പറഞ്ഞില്ല. യേശുക്രിസ്തു റോമൻ പൗരനാണ്. ഇവിടെ റോമ പടയാളികൾ ധാരാളം നിൽപ്പുണ്ട്, ഗവർണർ പിലാത്തോസുമുണ്ട്. എന്നാൽ റോമൻ പൗരനായി ഇവനെ വാറുകൊണ്ട് കെട്ടാൻ നിയമമില്ല, ചാട്ട കൊണ്ട് അടിക്കാൻ പാടില്ല, കുരിശ് തറയ്ക്കാൻ പാടില്ല. അതുകൊണ്ട് ഇവനെ വാളുകൊണ്ട് വെട്ടിക്കൊല്ലാമെന്ന് അദ്ദേഹം പറഞ്ഞില്ല. രണ്ടു കൂട്ടരും ഒരുപോലെ ചേർന്ന് ക്രൂശിൽ ഏൽപ്പിച്ചു. യേശുക്രിസ്തു എന്തുകൊണ്ട് ക്രൂശിൽ മരിച്ചു? ക്രൂശ് ശാപമരണമെന്നാണ് ബൈബിൾ പറയുന്നത്. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 22-23 ക്രൂശ് യവനന്മാർക്ക് ഭോഷത്വം, യഹൂദന്മാർക്ക് ശാപം, ഇടർച്ച, ബലഹീനം റോമർക്ക്. ഈ നിന്ദ്യമായ നീചമായ നികൃഷ്ടമായ കൊലയായുധം, അതിലാണ് ക്രിസ്തുവിനെ തറച്ചത്. ഈ മരണത്തെയാണ് ബൈബിൾ യാഗമെന്ന് പറയുന്നത്. അല്പം കൂടെ പറഞ്ഞാൽ കർത്താവായ യേശു ശാപമരണമാണ് മരിച്ചത്. എന്തുകൊണ്ട് കുരിശിൽ മരിച്ചു? ഉത്തരം, യേശുക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് പറഞ്ഞാൽ ക്രൂശിൽ തന്നെ മരിക്കണം. വാളുകൊണ്ട് വെട്ടിക്കൊല്ലപ്പെട്ടാൽ റോമൻ പൗരന്റെ സ്റ്റാറ്റസ് വരെ വരും. കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടാൽ അദ്ദേഹം യഹൂദന്റെ സ്റ്റാറ്റസ് വരും. അദ്ദേഹം ക്രൂശിൽ മരിച്ചാൽ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് പറയാം. അതിനാണ് അവമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ ഭരിച്ചതെന്ന് പറഞ്ഞാൽ 3-ാമത്തെ ഭാഗം പെടുന്നു. യേശുക്രിസ്തു മരിച്ചു. അത് വിശദീകരിക്കാൻ സമയമില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറ്റമറ്റവനെന്ന് പ്രഖ്യാപിച്ച ശേഷം കുറ്റമില്ലാത്ത കർത്താവായ യേശുക്രിസ്തുവിന്റെ കീറിപ്പറഞ്ഞ ക്ഷീണിച്ച ആ തോളിൽ ഭാരിച്ച ക്രൂശ് വെച്ച് റോമൻ പടയാളികൾ അടിച്ചടിച്ച് നടത്തുകയുണ്ടായി. അടിച്ചടിച്ച് നടത്തുന്ന റോമൻ പടയാളികൾ തെറിച്ച് വീണതായ യേശുക്രിസ്തുവിന്റെ ചോരയുടെ തുള്ളികൾ ലോകത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനുള്ള രക്താർപ്പണം കുറെ കൂടെ കഴിഞ്ഞപ്പോൾ ഗൊൽഗഥാ മേറ്റുംപുറത്ത് അവനെ കൊണ്ടെത്തിച്ചു. അവിടെ 2 കല്ലുടെ നടുവിൽ കാലിലും പാണിയിൽ യേശുക്രിസ്തുവിനെ തറയ്ക്കുകയുണ്ടായി. അന്ന് ഒരുക്കിയ കുരിശിൽ യേശുവിനെ കിടത്തി അവന്റെ പവിത്രമായ പാണികളിൽ അന്ന് കുഴന്ന് സൗഖ്യമാക്കുവാൻ ചേറുകുഴച്ച പവിത്രപാണികൾ, സൗഖ്യദായക ഹസ്തങ്ങളിൽ അനേക കുഷ്ഠരോഗികൾക്ക് സൗഖ്യം കൊടുത്ത സൗഖ്യദായക ഹസ്തങ്ങളിൽ അനേക വിശപ്പിന് അപ്പം വാഴ്ത്തിക്കൊടുത്ത അനുഗ്രഹീതമായ പാണിയിൽ, പ്രിയസിനെ പാപമറിയാത്ത മനോഹരമായ പാണിയിൽ റോമൻ പടയാളികൾ അന്ന് കാരിനും പാണി വെച്ച് ആഞ്ഞടിച്ചപ്പോൾ ഉണ്ടായ ശബ്ദമല്ലേ 2000 ആണ്ട് കൊണ്ട് നമ്മുടെ പള്ളി മണികളിലൂടെ മുഴങ്ങി കാതിലെത്തിക്കൊണ്ടിരിക്കുന്നത്? വയലാർ രാമവർമ്മയുടെ സംശയം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, യേശുക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് 2000 ആണ്ട് മുമ്പ് കാൽവരിയിലെ ക്രൂശ് മരിച്ചത്. ഏറ്റവും ശക്തമായ, ഏറ്റവും നിന്ദ്യമായ, ഏറ്റവും നീചമായ ഈ നികൃഷ്ടമരണമായ കുരിശുമരണമാണ് യേശു മരിച്ചത്. ഈ മരണത്തെ മാത്രമേ യാഗം എന്ന് പറഞ്ഞിട്ടുള്ളൂ. യാഗം അത് ബൈബിളിൽ തന്നെ എത്ര പ്രാവശ്യമാണ് പറയുന്നത്, വിശദീകരിക്കാൻ സമയം പോരാ. സമയം ഇവിടെ ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട് എന്റെ സമയം. എങ്കിലും 1-2 കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. യേശുക്രിസ്തു എന്തുകൊണ്ട് ഈ കുരിശുമരണം മരിച്ചു? എല്ലാവർക്കും വേണ്ടി മരിച്ചു. യാഗം. സോക്രട്ടീസിനെ കുറിച്ച് ഒരു മഹാൻ പറഞ്ഞു, ക്രിസ്തുവിന് മുമ്പേ ഉള്ള ക്രിസ്ത്യാനി എന്ന്. ശരിയാണ്. പക്ഷെ അദ്ദേഹത്തെ വിഷം കൊടുത്താണ് കൊന്നത്. അതിന് യാഗമെന്നാരും പറഞ്ഞില്ല. നേരെ മറിച്ച് ഏറ്റവും ശക്തമായി മരണം ഭരിച്ച ക്രിസ്തുവിന്റെ മരണത്തെ യാഗം എന്ന് പറഞ്ഞിട്ടുള്ളൂ. യാഗം. യേശുക്രിസ്തുവിന്റെ മരണം യാഗം. യാഗമെന്ന് മാത്രമല്ല, സർവ്വലോക പാപപരിഹാര മഹായജ്ഞം എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടത്. വാക്കുകൾ എന്റേതാണ്, ആശയം യോഹന്നാന്റേതാണ്. 1 യോഹന്നാൻ 2:2. അവിടെ വായിക്കുക. ഈ ആശയം അവിടെയുണ്ട്. സർവ്വലോക പാപപരിഹാരത്തിനുള്ള യാഗം 2000 ആണ്ടുകൾക്ക് കൃത്യമായി പറഞ്ഞാൽ AD 30 ഏപ്രിൽ മാസം 7-ാം തീയതി വെള്ളിയാഴ്ച 3 മണിക്ക് മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരമായി ഏകയാഗം അന്ന് വരെ ലോകത്തിൽ നടന്ന സമസ്തവിധമായ ആര്യന്മാരുടെയും യഹൂദന്മാരുടെയും യാഗങ്ങളുടെ പരിപൂർത്തിയായി അരങ്ങേറിയ സമ്പൂർണമായ പ്രജാപതി യജ്ഞം, സമ്പൂർണമായ മശിഹ യജ്ഞം, ഈ മഹായജ്ഞം അരങ്ങേറുകയുണ്ടായി. അത് മാത്രമല്ല, കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരിയിലെ ക്രൂശുമരണം മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരം എന്നേക്കും
എന്നേക്കുമായി വരുത്തിയിരിക്കുന്നതിനാൽ പാപത്തിന്റെ പരിഹാരത്തിന് യാതൊരു യാഗവും അവശേഷിക്കുന്നില്ല. പാപം ക്രിസ്ത്യാനികൾ മനസ്സിലാകാത്തവർ അത് ഇത്രയും പറഞ്ഞാൽ അതും വിടുക. ഇത് ചുരുക്കി പറഞ്ഞാൽ യേശു ക്രിസ്തു മരിച്ചു. പക്ഷേ മരിച്ച ക്രിസ്തുവിനെ, ജീവിച്ചിരിക്കുന്ന ക്രിസ്തുവിനേക്കാൾ ഭയങ്കരമായി മാറിയത് മരിച്ച ക്രിസ്തുവാണ്. ക്രിസ്തു മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നെ ക്രൂശിക്കും, ഞാനോ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. പക്ഷേ യഹൂദന്മാരെ പേടിപ്പെടുത്തുകയാണ്. യേശുവിനെ ക്രൂശിച്ചു, വെള്ളിയാഴ്ച വൈകുന്നേരം അവനെ സംസ്കരിച്ചു. വെള്ളിയാഴ്ച കഴിഞ്ഞ് എല്ലാ യഹൂദന്മാരും കൂട്ടമായി ചെന്ന് കുളിച്ചു, പെസഹ കഴിച്ചു. പിറ്റേ ദിവസം വലിയ ശബത്ത്, പണി വളരെയുണ്ട്, എല്ലാം ഉറങ്ങാൻ പോയി, ഉറക്കം വരികയില്ല. കണ്ണിൽ നിദ്രാദേവി നൃത്തം വയ്ക്കുമ്പോൾ കാതിൽ വലിയൊരു ശബ്ദം, നിങ്ങൾ എന്നെ ക്രൂശിക്കും, ഞാനോ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. ആർത്തിരമ്പുന്ന ശബ്ദം കാതിൽ അലയ്ക്കുമ്പോൾ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന യഹൂദ പ്രമാണികൾ. പക്ഷേ അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ കൂട്ടം എഴുന്നേറ്റ് ഗവർണർ പിലാത്തോസിന്റെ അടുക്കൽ, പിലാത്തോസ് ഇവൻ ശരീരമാണ് ജീവിച്ചിരുന്നവർ പറഞ്ഞിട്ടുണ്ട്, മരിച്ചാൽ ഉയർക്കുന്ന പിലാത്തോസ്, ഇവന്റെ ശിഷ്യന്മാർ വരും, ശരീരം കട്ടുകൊണ്ടുപോകും, പിന്നെ ഉയർത്തെഴുന്നേറ്റ് ഒരു കെട്ടുകടയുണ്ടാക്കും പിലാത്തോസ്. അത് നമുക്ക് വളരെ തട്ടുകേടാകും. അതുകൊണ്ട് തട്ട് വരാതിരിക്കണമെങ്കിൽ മറ്റോളം ആവശ്യത്തിന് പണം കൊടുത്ത് ഒഴിവാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അതേ ദിവസം പിലാത്തോസിന് യേശു ഉയർക്കാൻ പാടില്ല, എല്ലാവരും അയ്യട്ടെ എന്ന് പറഞ്ഞു. യേശു ഉയർക്കരുത്. യഹൂദന്മാരോട് പിലാത്തോസ് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾ അവനെ സംസ്കരിച്ചല്ലോ, 100 റാത്തൽ സുഗന്ധക്കൂട്ടിട്ട് കീറിപ്പറി ശരീരത്തെ വരിഞ്ഞു മുറുക്കിയാണ് വെച്ചിരിക്കുന്നത്. അകത്തിരുന്ന് ഉയർത്താലും രക്തവും വെള്ളവും സുഗന്ധക്കൂട്ടും കൂടെ ചേർന്ന് ഒരു കവചമായി മാറിയാൽ അകത്തിരുന്ന് ഉയർത്താലും യേശു പുറത്തു വരികയില്ല. അത്ര സുന്ദരമായ കവിതം. പിന്നെ രണ്ടാമത് ഒറ്റ പാറയിൽ വെട്ടിയുണ്ടാക്കി ഒരു കല്ലറയ്ക്കകത്താണ് വെച്ചിരിക്കുന്നത്. അത് ആ കല്ലറയ്ക്കൽ ഒരു കല്ലുരുട്ടി വെച്ചു എന്ന് മത്തായി. ചുമ്മാ ഒരു കല്ലുരുട്ടി വെച്ചെന്ന് പറയില്ല. കല്ലുരുട്ടി വെച്ചു എന്ന് പറഞ്ഞാൽ 600 പൗണ്ട് ഭാരമുള്ള ഒരു കൽക്കഥക് പ്രത്യേകം സംവിധാനം ചെയ്യപ്പെട്ട റെയിലിലൂടെ അഥവാ ചാലിലൂടെ ഉരുട്ടി ഈ കൽക്കഥ കൊണ്ടുവന്ന് ആ കട്ടൽ വെട്ടിനകത്തിട്ട കാര്യമാണ് മത്തായി ചുരുക്കി പറഞ്ഞത്. ആ കല്ലുരുട്ടി വെച്ചു എന്ന് അങ്ങനെ വെച്ചു. അതിനുശേഷമാണ് യഹൂദമാ പോയത്, കുളിച്ചത്, പെസഹ കഴിച്ചതല്ല. പക്ഷേ ഉറക്കം വരണ്ടേ? പക്ഷേ പിലാത്തോസ് പിന്നെ പറഞ്ഞു, പിന്നെ ഇനി ഒരു പണി ഞങ്ങളുടെ കയ്യിലുണ്ട്. 2 ഒറ്റമൂലികൾ, ഒറ്റമൂലി ഒന്നേ ഉള്ളൂ. ഈ പിലാത്തോസ് പറഞ്ഞത്, ഞങ്ങളുടെ കയ്യിൽ 2 ഒറ്റമൂലിയുണ്ട്. ഒന്ന് ഇമ്പീരിയൽ റോം, അതിന്റെ അധികാര മുദ്ര ഞങ്ങളുടെ കയ്യിലുണ്ട്. ഈ ചത്തവന്റെ കല്ലറയ്ക്ക് മുദ്ര വെക്കണം. യേശുക്രിസ്തു ചത്തവൻ, അവന്റെ കല്ലറയ്ക്ക് മുദ്ര വെക്കണം. ലോക ചരിത്രത്തിൽ എല്ലാം എത്രയോ മഹാന്മാർ മരിച്ചിട്ടുണ്ട്. ഒരുത്തന്റെയെങ്കിലും കല്ലറയ്ക്ക് മുദ്ര വെച്ചിട്ടുണ്ടോ? ലോക ചരിത്രത്തിൽ കത്തിയില്ലാതെ, കമ്പില്ലാതെ, കരവാളമില്ലാതെ, കരം കൊടുക്കാൻ കാശില്ലാതെ, നിന്ന് പ്രസംഗിക്കാൻ വേദിയില്ലാതെ, പറഞ്ഞു വീഴുവാൻ ഇടമില്ലാതെ എരിച്ചു ജീവിച്ച കർത്താവായ യേശുക്രിസ്തുവിന്റെ കല്ലറയ്ക്കാണ് കാവൽ. പക്ഷേ അവിടെയാണ് റോമ പടയാളികൾ കാവൽ നിൽക്കുന്നത്. 16 പടയാളികൾ അടങ്ങിയതാണ് റോമയുടെ ഒരു സെക്യൂരിറ്റി ഗാർഡ്. അവരെയാണ് കാവലിട്ടിരിക്കുന്ന. 6 അടി സ്ഥലം ഒരുത്തൻ കാത്താൽ മതി. അങ്ങനെ 7 മണിക്കൂർ വെച്ച് ഡ്യൂട്ടി മാറി കാവലിട്ടിരിക്കുകയാണ് ഗവർണർ പിലാത്തോസ്, യഹൂദന്മാരുടെ കാവൽ പടയാളികളും. അതിനുശേഷം പിലാത്തോസ് ഒന്നുകൂടെ പറഞ്ഞു, മുദ്ര വയ്ക്കാമെന്ന് മാത്രമല്ല, പടയാളികളെ തരം മുദ്ര കാവൽ ചെയ്യണം. അങ്ങനെ ക്രിസ്തുവിന്റെ കല്ലറയ്ക്ക് കാവൽ, ക്രിസ്തുവിന്റെ കല്ലറയ്ക്ക് മുദ്ര വെച്ച് കാത്തു. വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ചയുടെ സുന്ദരമായ പ്രഭാതം, ബ്രഹ്മമുഹൂർത്തം. കാലകതിരവൻ ആകാശത്തെ ചെമ്മാനം ചമയ്ക്കുന്ന നമ്മുടെ ഭാഷയിൽ ബ്രഹ്മമുഹൂർത്തം ഉദിച്ചു വരവേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ രക്ഷിതാവായി വന്നവൻ, പാപത്തിന്റെ പരിഹാരാർത്ഥം യാഗമായി തീർന്നവൻ. പക്ഷേ മരണത്തിന്റെ മാറാല കീറി തന്നെ വരിഞ്ഞ് മുറുക്കിയ ശീലയുടെ ബന്ധമെടുത്ത് വാടബന്ധം ഭേദിച്ച് കണ്ണിൽ എണ്ണയും കയ്യിൽ ആയുധമായി കരുത്തോടെ കാവൽ നിന്ന കാവൽ പടയാളികളെ കണിശമായി തോൽപ്പിച്ച് അദ്ദേഹം റോമാകളുടെ അധികാരമുദ്ര 7 തകർത്ത് ഉയർത്തെഴുന്നേറ്റത് കലയുടെ പുറത്ത്. 1000 മരിച്ച മണ്ണിൽ മരിച്ചവരുടെ മഹത്വത്തിന്റെ മകുടം ചൂടി പുറത്തു വന്ന നസറായനായ യേശു ക്രിസ്തു. സോക്രട്ടീസിന്റെ ജീവിതവും മരണവും ഒരു വിശുദ്ധന്റേതാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ ജീവിതവും മരണവും ദൈവത്തിന്റെ തന്നെ. ബിഷപ്പ് ഗോറെ, ഒരു കുരിശ് സർവ്വലോകത്തിനും ആരാധ്യമാക്കി തീർത്തയാൾ, ദൈവമല്ലാതെ മറ്റാരുമല്ല, വരുവീൻ സത്യം ചെയ്യാം. ബിഷപ്പ് സെഗറോ ഇത് പറയുകയുണ്ടായി. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, കർത്താവായ യേശു ക്രൂശിൽ മരിച്ചു. നാസീന റണാൻ ഇങ്ങനെ പറയാം, അല്ലയോ നസറായനായ യേശുവേ, അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു, ലോകത്തിലേക്ക് വന്നു, അത് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. അല്ലയോ നസറായനായ യേശുവേ, ഞങ്ങൾ അങ്ങേ കാൽവരിയിലെ ക്രൂശിൽ തറച്ചു. അല്ലയോ യേശുവേ, നീ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു. ദൈവത്തെയും ഞങ്ങളെയും മറച്ചിരുന്ന ആ തിരശീല എന്നേക്കുമായി ചീന്തിയിരിക്കുന്നു. അല്ലയോ നസറായനായ യേശുവേ, അങ്ങ് നീണാൾ വാഴട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങയെയും ദൈവത്തെയും വേർപിരിക്കാൻ കഴിയയില്ല. ഞാനല്ല, റനാന്റെ വാക്കിൽ ഒരിക്കലും വേർപിരിക്കാൻ കഴിയയില്ല. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു
ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. കൃഷ്ണ രാമ ബുദ്ധ കപിലാദികളെ വിടാം. എന്നാൽ ഇതുപോലെ എത്ര മഹാന്മാർ മരിച്ച് മണ്ണടിഞ്ഞു പോയി, മരിച്ചവരായി ഉയർക്കാമെന്ന് പറഞ്ഞില്ല. എന്നാൽ യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഈ കർത്താവായ യേശു ക്രിസ്തു പാപിയുടെ രക്ഷിതാവായി വിരാജിക്കുന്ന മുറിഞ്ഞ കൈകൾ തുറന്ന വിലാവ് കാണിച്ച് ലോകമധ്യേ കാലമധ്യേ മാനവമധ്യേ വിരാജിക്കുന്ന മശിയ, ഈ മഹാമശിയെ മനസ്സാ സ്വീകരിക്കണം. ആ ക്രിസ്തുവിനെ പള്ളിയുടെ മധുവായിൽ വയ്ക്കരുത്. ആ ക്രിസ്തു നാം ഒരിക്കലും ഈ പുൽമേടയിൽ അവതരിപ്പിക്കരുത്. കർത്താവായ യേശു ക്രിസ്തു പള്ളിയുടെ മധുബാഹാലിരിക്കുന്ന ക്രിസ്തുവിനെ അവിടെ നിറക്കണം. അവിടെ നിറക്കി ഹൃദയങ്ങളിൽ പ്രതിഷ്ഠിക്കണം. ബത്ലഹേമിലെ പുൽത്തൊട്ടി ജനിച്ച മറിയത്തിന്റെ മകൻ വിശ്വാസത്താൽ നിങ്ങളുടെ മനത്തോടെ ജനിക്കട്ടെ. കാൽവരിയിലെ ക്രൂശിൽ മരിച്ച ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങൾ ഉയർക്കട്ടെ. ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങൾ ശരീരമാകുന്ന ക്ഷേത്രത്തിന്റെ ശ്രീകോവിലായിരിക്കുന്ന ഹൃദയത്തിൽ യേശു ക്രിസ്തു എന്ന അഭൗമമായ ഈശ്വരാവതാരമായ ഈശ്വര പ്രതിമയായ തേജോമയ ഭാവത്തെ പ്രതിഷ്ഠിക്കുക. അപ്പോൾ നിങ്ങൾ അനന്തജീവന്റെ അവകാശികളായി തീരും. മരണം വിട്ട് ജീവനിൽ കടക്കുന്നവരായി തീരും. ഈ അനുഗ്രഹീതമായ പങ്കാളിത്തം ലഭിക്കുവാൻ ഒരേ ഒരു കാര്യം, യേശു ക്രിസ്തുവിനെ കർത്താവായി രക്ഷിതാവായി സ്വീകരിക്കണം. പാപം ഭരിക്കുന്ന, മരണം ഭരിക്കുന്ന, ഇരുട്ട് ഭരിക്കുന്ന, തിന്മ ഭരിക്കുന്ന, ഷാജി ഭരിക്കുന്ന, നരം ഭരിക്കുന്ന ജീവിതത്തിൽ ദൈവം ഭരിക്കുന്ന, ക്രിസ്തു ഭരിക്കുന്ന, ആത്മാവ് ഭരിക്കുന്ന, അമളം ഭരിക്കുന്ന, അനന്തത ഭരിക്കുന്ന, ജീവൻ ഭരിക്കുന്ന അക്ഷയമായ ഭരണമാറ്റം ഉണ്ടാകും. അപ്പോഴാണ് ഇവിടെ അവതരിപ്പിച്ച ഒരു ദൃശ്യമുണ്ടല്ലോ, അതിന്റെ കഥ യാഥാർത്ഥ്യമാകുന്നത്. അപ്പോൾ മനുഷ്യൻ ഒരു നവീന സൃഷ്ടിയായി തീരുകയാണ്. അങ്ങനെ കർത്താവായ യേശുവിനെ സ്വീകരിച്ചാൽ, ഒന്ന്, ക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് അഭയം ചൊല്ലിയാൽ ആദ്യമായി ക്രിസ്തു ചെയ്യുന്നത് പാപങ്ങൾ മോചിക്കുന്നു. നീ ഒരു പാപിയാണെന്ന് സമ്മതിച്ചുകൊണ്ട്, അല്ലയോ ക്രിസ്തു എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവിടുന്ന് ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അംഗീകരിച്ചാൽ നിന്റെ പാപങ്ങൾ യേശു മോചിച്ചു തരും. ഒന്ന്, പാപമോചനം. രണ്ട്, പാപങ്ങളെ മോചിക്കുക മാത്രമല്ല, അനന്ത ജീവൻ അഥവാ നിത്യജീവൻ. അനന്തതയിൽ ജീവിക്കുവാൻ ആവശ്യമായ ജീവന്റെ പേരാണ് അനന്തജീവൻ. അത് തരാമെന്ന് യേശു ക്രിസ്തു പറഞ്ഞു. അപ്പോൾ കയ്യോടെ കൊടുക്കും. മൂന്ന്, പിന്നെയും പാപത്തിൽ വീഴാതെ വണ്ണം നിന്നെ നയിക്കേണ്ടതിന് പരിശുദ്ധാത്മാവിനെ തരുന്നു. അത് മാത്രമല്ല, നാലാമതൊരു പുത്തൻ ജീവിതം നിനക്ക് തരുന്നു. ഒരുത്തൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണ്. അതിന്റെ സാക്ഷിയിലൂടെ അനേക ആയിരങ്ങൾ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അവർ പ്രിയ സഹോദരന്മാരെ, ഈ കർത്താവായ യേശുവിനെ സ്വീകരിച്ചാൽ യോഹന്നാന്റെ ഒരു അഞ്ചാമത് അതിമഹത്തായ പ്രത്യാശ, ക്രിസ്തു മാർഗം, പ്രത്യാശയുടെ മാർഗം എന്ന് പറഞ്ഞാൽ റിലിജിയൻ ഓഫ് ഹോപ്പ് എന്നറിയപ്പെടുന്നു. റിലിജിയൻ ഓഫ് ഹോപ്പ്, ക്രൈസ്തവ മാർഗം. യേശു ക്രിസ്തുവാണ് പ്രത്യാശ. ആശാ കിരൺ, ആശാ കിരൺ. ഗാനങ്ങളിലൂടെ അവർ പറഞ്ഞതും പല വാക്കുകളിലൂടെ ഞാൻ പറഞ്ഞതാണ്. ആശയെ നൽകുന്ന ആശയറ്റ ലോകത്തിൽ നിരാശയെ ലഭിച്ച ലോകിൽ ആശാരഹിതനായ മനുഷ്യന് ആശയുടെ ഗണങ്ങൾ നൽകുവാൻ ആശാപൂർത്തീകരണമായ പ്രത്യാശയുടെ പൂർത്തിഭാവമായ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെടും. നിങ്ങൾ തികവുറ്റ മനുഷ്യനായി തീരും. ഒടുവിലായി യേശു ക്രിസ്തുവിന്റെ പുനരാഗമനത്തിൽ ഈ മർത്യശരീരം മടക്കിത്തരും. ആ ശരീരം മടക്കിത്തരുമ്പോൾ നമ്മൾ സമ്പൂർണ്ണ മനുഷ്യരാകും. പൂർണ്ണമായി രക്ഷിപ്പാൻ കഴിയുന്നവൻ പൂർണ്ണമായി ഈ ശരീരവും മടക്കിത്തന്ന് പാപഭംഗിലമായ മരണമുള്ള മർത്യതയുള്ള ഈ ശരീരം അദ്രവത്വത്തെ പ്രാപിച്ച് അമൃതത്വത്തെ പ്രാപിച്ച് അതുപോലെ തന്നെ ദൈവത്വത്തെ പ്രാപിച്ച് എന്നേക്കും അമൃതതുല്യമായി അവനോടുകൂടെ വാഴും. ഇതാണ് മനുഷ്യൻ, ബൈബിൾ അവതരിപ്പിക്കുന്ന മനുഷ്യൻ. ഈ മാനവികത പ്രാപിക്കുവാൻ യേശു ക്രിസ്തു എന്ന ഈ മനുഷ്യാവതാരത്തെ, ഈ ദൈവത്തിന്റെ സമ്പൂർണ്ണ ഭാവത്തെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രതിഷ്ഠിക്കുവാൻ ആലോചന പറഞ്ഞുകൊണ്ട് എന്നെ ഇതുവരെ ശ്രദ്ധിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വാക്കുകൂടെ പറയുകയാണ്. ഞാൻ ക്രിസ്തുവിന്റെ മിത്രമല്ല എന്നും യേശു ക്രിസ്തുവിന്റെ ശത്രുവായിരുന്നു. അന്ന് ക്രിസ്തു ശത്രുക്കൾ ഇവിടെ വരുന്നതിന് മുമ്പ് യേശു ക്രിസ്തുവിന്റെ മാർഗത്തെ കപ്പലേറ്റി കടൽ കടത്തി പറഞ്ഞയക്കും. വെള്ളക്കാരൻ ഇറക്കുമതി ചെയ്ത് മാർഗം ഇന്ത്യക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് 25-ാമത്തെ വയസ്സിൽ അതിനെതിരെ പടപുരുതാൻ തുടങ്ങിയാണ്. ആ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തു ഇന്ത്യക്ക് വേണ്ടേ വേണ്ട, ആ ക്രിസ്തുവിനെ കടൽ കടത്തുക, കപ്പലിൽ കയറ്റി തിരിച്ചയക്കുക. പക്ഷേ ഒരു കാര്യം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, ഇവനെ കടൽ കടത്താനും എനിക്ക് കഴിയില്ല, കപ്പലിൽ കയറ്റാനും വഹിക്കുകയില്ല. യേശു ക്രിസ്തു ആലങ്കാരികമായി ഞാൻ പറയുകയാണ്, ആ യേശു ക്രിസ്തു നിന്നേക്കാൾ കൊമ്പന്മാർ കൊമ്പരച്ച് പരാജയപ്പെട്ടതാണ്. പക്ഷെ നീ ഒരു കാര്യം ചെയ്യും, എന്നെ പോയി പ്രസംഗിക്കണം. ഞാൻ അതുവരെ തച്ചനെന്ന് വിളിച്ച് പുച്ഛിച്ചു തള്ളിയ ഈ കർത്താവായ യേശു ക്രിസ്തുവിനോട് പച്ചയ്ക്ക് ഞാൻ തോക്കുകയുണ്ടായി. പച്ചയ്ക്ക് തോറ്റപ്പോൾ കച്ച കെട്ടേണ്ടി വന്നു യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുവാൻ. അതുകൊണ്ട് ഇന്ന് ഞാൻ പറയും, യേശു ക്രിസ്തു തച്ചനല്ല, പെരുന്തച്ചനാണ്. പ്രപഞ്ചമെന്ന മഹാസൗധം പടുത്തുയർത്തിയ പെരുന്തച്ചനാണ് ഈ അതുകൊണ്ട് ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവായി സ്വീകരിക്കുമ്പോൾ ഇത് നമുക്ക് അനുഭൂതമാകുന്നതാണ്. അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ, കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ചാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും, പാപമോചനം ലഭിക്കും, അനന്തജീവൻ ലഭിക്കും, പ്രത്യാശയുള്ളവരായി തീരും. കാർൽ മാർക്സ്, നഷ്ടപ്പെടാൻ ഒരു ചങ്ങല, നേടുന്നതോ സാമ്രാജ്യം. യേശു ക്രിസ്തു, നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല, നേടുന്നതോ നിത്യജീവൻ, സ്വർഗരാജ്യം. അതുകൊണ്ട് ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുക. അത് ഞാൻ പറഞ്ഞു, ക്രിസ്തു ഇന്ത്യക്ക് വേണ്ട. 1957 ഒടുക്കത്തെ നാളിൽ എന്റെ കൊച്ചു കൈകൾ ഞാൻ നീട്ടിപ്പിടിച്ചു, കുത്തിയിറക്കി പേന, ഊറി വന്ന് ചോര,
നോക്കി, ചുവന്ന ചോര, ചൂടുള്ള ചോര, ചൂരുള്ള ചോര. അതിനൊരു 3 വർഷത്തിനും ഇതുപോലെ നീട്ടിപ്പിടിച്ചിട്ട് ഞാൻ എഴുതി. ജീവിച്ചാൽ മാച്ചിന് വേണ്ടി, പ്രവർത്തിച്ചാൽ മാച്ചിസത്തിന് വേണ്ടി, മരിച്ചാൽ മാച്ചിസത്തിന് വേണ്ടി. ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുള്ളൂ. പക്ഷേ അത് ഞാൻ വിട്ടു. പിന്നെ ഒരിക്കൽ കൂടെ നീട്ടിപ്പിടിച്ച കൈകൾ. അതുകൊണ്ട് വീണ്ടും ഞാൻ എഴുതി, ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. കൃഷ്ണൻകുട്ടിയുടെ പേര് പഴയതാണ്. എന്റെ ജാതി ഇടയനാണ്. ഇടയൻ എന്ന് പറഞ്ഞാൽ യാദവെന്നോ ഗൊല്ലയെന്നോ അരശെന്നോ ഒക്കെ വിളിക്കാം. ആ പേര് വർഗത്തിൽപ്പെട്ടവനാണ് ഞാൻ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ മതങ്ങളെ കുറിച്ച് ഞാൻ സാമാന്യം പഠിച്ചിട്ടുണ്ട്. മതസ്ഥാപകന്മാർ, മതാചാര്യന്മാർ, ഇവരെ കുറിച്ച് തത്വചിന്തകന്മാർ എല്ലാം ഒരളവിൽ വായിച്ചിട്ടുണ്ട്. എല്ലാ സംസ്കാരങ്ങളെ കുറിച്ച് സാമാന്യം ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ ക്രിസ്തുവിനെ പോലെ അംഗീകരിക്കാൻ കൊള്ളാകുന്ന ഒരുത്തിനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഈ കർത്താവ് യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുക. എന്നെ ഇതുവരെ ശ്രദ്ധിച്ചാലേ ബഹുമാന്യ സ്നേഹിതരെ, അനന്തത വെടിഞ്ഞ് അവനിൽ ആഗമിച്ച് അഖില ലോക ജനകോടികളെയും അടുക്കിലേക്ക് ആഹ്വാനം ചെയ്ത് അവിടെയെല്ലാം പാപത്തിന്റെ പരിഹാരം വരുത്താമെന്ന് ആണയിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അനന്തയുടെ അവതാരമായി അവനിൽ വന്ന് അഖില ലോക ജനകോടിയുടെ അഖിലമായ പാപവും അതിപാപനമായ ശരീരത്തിൽ ആവഹിച്ച് ആകാശത്തിനും അവനിക്കും മധ്യേ ദാരുണമാം വിധം അതിദുഷ്ടരായ 2 കള്ളുടനെ അന്ത്യശ്വാസം വലിച്ച് മരിച്ച് അവനിൽ അടക്കപ്പെട്ട് അതിശക്തമായ റോമയുടെ ആയുധവേണ്ടിയ പടയടിയെ അമ്പയെ പരാജയപ്പെടുത്തി ആക്കം കൊണ്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിന്നെയും തന്നെ ആണിയടിച്ച കാലുകൾ കൊണ്ട് ഈ ലോകത്തിൽ 40 നാളുകൾ ജീവിച്ചിട്ട് ആണിയടിച്ച കൈകൾ കൊണ്ട് അനേകായിരങ്ങളെ ഉയർത്തി അനുഗ്രഹിച്ചിട്ട് അനന്തതയിലേക്ക് ചെന്ന അഗ്രാസനത്തിൽ അമർന്നതുകൊണ്ട് തന്റെ അടുക്കൽ അഭയം ചൊല്ലി വരുന്ന ആർക്കെയും ഇന്ന് മുടങ്ങാതെ പാപമോചനം കൊടുക്കുന്ന, അനന്തജീവൻ കൊടുക്കുന്ന, അനധിദൂര ഭാവിയിൽ അവനെ അടക്കി വാഴുവാൻ അനന്തരവും ആഗമിക്കുവാൻ പോകുന്ന ഈ കർത്താവായ യേശു ക്രിസ്തു എന്ന ഈ ഏകരക്ഷിതാവിനെ നിങ്ങളുടെ കർത്താവും ദൈവവുമായി ഹൃദയത്തിൽ അംഗീകരിച്ച് നിങ്ങൾ പാപങ്ങളേറ്റ് പറഞ്ഞ് അനന്തജീവൻ നേടി ഈ അനന്തതയുടെ പങ്കാളികളായി തീരുവാൻ അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ വരുന്നതിന് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിന് ഇങ്ങനെ അവസരം സംജാതമാക്കി തന്ന ആശാകിരൻ ഭാരവാഹികൾക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആശയോടെ കൃതജ്ഞത നൽകിക്കൊണ്ട്, പ്രിയ സ്നേഹിതരെ, ഈ കർത്താവായ യേശുക്രിസ്തു അല്ലാതെ മനുഷ്യവർഗത്തിന് വേറെ രക്ഷിതാവില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഇവനെ സ്വീകരിക്കാതെ പോയാൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം ലോകത്തെ ന്യായം വിധിക്കുമെന്ന് ശക്തമായ ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അനശ്വരനായ യേശുക്രിസ്തുവിന്റെ അതില്യമായ നാമത്തിൽ അഭിവാദനങ്ങൾ, അഭിവാദനങ്ങൾ, അഭിവാദനങ്ങൾ. ക്രൂശിൽ ചൊരിഞ്ഞ പുണ്യാരക്തത്തിന്റെ മണമുള്ള രക്താഭിവാദനങ്ങൾ, രക്താഭിവാദനങ്ങൾ. ഈ ക്രിസ്തുവിനെ സ്വീകരിക്കുക. ജീവിച്ചാലും മരിച്ചാലും ക്രിസ്തുവിനായി ജീവിക്കുക. ദൈവം നിങ്ങളെ എവരെയും അനുഗ്രഹിക്കട്ടെ. നാം ശ്വസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് അവസാനത്തെ കുത്തും. മനുഷ്യൻ